ഓക്കെ, അപ്പോൾ ഞാൻ സ്ക്രീനും ഷെയർ ആയല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കേസ് ലോ എടുക്കാം. ആ കേസ് ലോ എടുത്തിട്ട് ആ കേസ് ലോന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്താ സംഭവം എന്നറിയോ? ഇത് ഹാർവേർഡ് ലോ റിവ്യൂ ആണ്. ഹാർവേർഡ് ലോ റിവ്യൂവില് ഒരു കേസ്. ഹാർവേർഡ് ലോ റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? ഒരു ജേർണലാണത്. ഒരു ജേർണലിലേക്ക് നമ്മളൊക്കെ പേപ്പറൊക്കെ എഴുതി പേപ്പർ സബ്മിറ്റ് ചെയ്യില്ലേ, അതേമാതിരി ഇത് എഴുതിയിരിക്കുന്നത് ലോൺ എൽ ഫുള്ളർ. ലോൺ എൽ ഫുള്ളർ ആണ് ഇതിന്റെ ഓഥർ. സിംഗിൾ ഓഥർ പേപ്പറാണ് ഇത്. ഹാർവേർഡ് ലോ റിവ്യൂ പബ്ലിഷ് ചെയ്യുന്നത് ഹാർവേർഡ് ലോ റിവ്യൂ അസോസിയേഷൻ ആണ്. അതിലുള്ളൊരു പേപ്പറാണ്. അപ്പം ഹാർവേർഡ് ലോ റിവ്യൂലൊക്കെ ഒരു പേപ്പർ സബ്മിറ്റ് നമുക്കൊരു പേപ്പർ സബ്മിറ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 1 year, ഇത് സാധാരണ ഒരു കുട്ടിക്ക് ഒരു 1 year ഓൾമോസ്റ്റ് 1 year ടൈം ഒരാൾ സ്പെൻഡ് ചെയ്യണം ഒരു 10 പേജിന്റെ ഒരു പേപ്പർ എഴുതി പബ്ലിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ. അല്ലാതെ ഇവിടെ ഇപ്പൊ നിങ്ങളൊക്കെ ബേസിക് സ്ട്രക്ചർ ഡോക്ടർ തലേ ദിവസം രാത്രി ഇരുന്ന് പേപ്പർ പബ്ലിഷ് ചെയ്യുന്ന മാതിരിയല്ല. ഇതിന്റെ അകത്തൊരു പേപ്പർ പബ്ലിഷ് ആവണമെങ്കിൽ മിനിമം 1 year ജോബ് ഉണ്ട്. കാരണം അത് എഴുതുന്ന ഓഥറിന്റെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ഈ ലോൺ എൽ ഫുള്ളർ എന്ന് പറയുന്നത് ഒരു ജൂറിസ്റ്റ് ആയിരുന്നു. അയാളൊരു ഫിലോസഫർ ആയിരുന്നു. ഒരു ഫിലോസഫിക്കൽ ഒരു സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിലേക്ക് ബിലോങ് ചെയ്യുന്ന ഒരു ഓഥർ ആയിരുന്നു. അപ്പൊ അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കേസ് ഓഫ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ് ഒരു പേപ്പർ എഴുതി അയാൾ ഹാർവേർഡ് ലോ റിവ്യൂക്ക് സബ്മിറ്റ് ചെയ്ത് അത് പബ്ലിഷ് ആയി. ഈ കേസ് എന്താണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ കേസ് ഇതെന്താണ് ഇതിന്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗൽ സ്കോളേഴ്സിനും ജഡ്ജസിനും വേണ്ടി എഴുതിയിട്ടുള്ള, അതായത് ഇൻക്ലൂഡിങ് ലോ സ്റ്റുഡൻസ്, ലീഗൽ സ്കോളേഴ്സ് അല്ലെങ്കിൽ ജഡ്ജസിന് എങ്ങനെ കേസ് ഡിസൈഡ് ചെയ്യണം, അതിന്റെ ജൂറിസ്പ്രുഡൻസ് എന്താണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഹൈപ്പോതെറ്റിക്കൽ ഫാക്ട്സ് ഉണ്ടാക്കിയതാണ്. ഹൈപ്പോതെറ്റിക്കലാണ് ഈ സംഭവം. സ്പെലൻഷ്യൻ എക്സ്പ്ലോറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേവ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ് എന്ന് പറയുന്നത്. അവരുടെ ഒരു കേസാണ്. അപ്പം ഇതാണ് ഇതിന്റെ പേപ്പർ, ദ കേസ് ഓഫ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ് ഇൻ ദ സുപ്രീം കോർട്ട് ഓഫ് ന്യൂഗർ. ഈ സുപ്രീം കോർട്ട് ഓഫ് ന്യൂഗർ ഞാൻ പറഞ്ഞത് ഇത് ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഒരു കേസാണ്. ഒരു കേസ് അദ്ദേഹം സൃഷ്ടിച്ചു, ഈ ലോൺ എൽ ഫുള്ളർ ഉണ്ടാക്കി. എന്നിട്ട് ആ കേസ് കുറെ എല്ലാം ഫിക്റ്റീഷ്യസ് ആണ്, എല്ലാം ഫാക്ട് അല്ല, ഫിക്ഷൻ ആണത്. അപ്പൊ എന്നിട്ട് ഒരു സുപ്രീം കോർട്ട് ഓഫ് ന്യൂഗർത്തിലേക്ക് പോകുന്നു. അവിടെ ആ ജഡ്ജിമാര് കേസ് ഡിസൈഡ് ചെയ്യണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ഓരോ ജഡ്ജിമാർക്കും അവരുടെ ഒരു വ്യൂ പോയിന്റിലൂടെ അവരുടെ ഡിസിഷൻ പറയുന്നു. ആ ഡിസിഷന് ഒരു റീസണിങ് കൊടുക്കുന്നു. അപ്പൊ ഈ ഓരോ റീസണിങ്ങിന്റെ പിന്നിലും അവർക്ക് അവരുടേതായ ഒരു ഫിലോസഫി ഉണ്ട് അല്ലെ? ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിനൊരു ഉത്തരം പറയുമ്പോൾ അതിന്റെ പിന്നിലൊരു റീസണിങ് ഉണ്ടാവും, അതിന്റെ പിന്നിലൊരു ഫിലോസഫി ഉണ്ടാവും. ആ ഫിലോസഫി എന്താണെന്നുള്ളത് ലീഗൽ സ്കോളേഴ്സിനും ജഡ്ജസിനും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഒരു ഫിക്റ്റീഷ്യസ് ആയ കേസ് ഉണ്ടാക്കി, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉണ്ടാക്കി, ഫിക്റ്റീഷ്യസ് ആയിട്ടുള്ള അതിന്റെ ഓരോ റീസണിങ്ങും ഈ പേപ്പറിനകത്തുണ്ട്. അപ്പൊ ഈ പേപ്പറിൽ 5 ജഡ്ജസ് ഉണ്ട്. അപ്പൊ ഞാൻ നെറ്റിൽ നിന്ന് പല സ്ഥലത്തു നിന്നായിട്ട് എടുത്തിട്ട് ഞാൻ ഇതിന്റെ ഒരു PPT ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ട്യൂസ്ഡേ എന്ത് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം എഴുതാം, കാരണം ഇത് റെലവെന്റ് ആണ്. ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ആ പേപ്പറിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് എന്താ, കേസ് എന്താണ്, അതിന്റെ ഫാക്ട്സ് പറയും. പിന്നെ 5 ജഡ്ജിമാരുണ്ട് ഇവിടെ. 5 ജഡ്ജിമാരുടെയും ജഡ്ജ്മെന്റ്സ്. അതിലൊന്ന് ചീഫ് ജസ്റ്റിസ് ട്രിപ്പനി, രണ്ടാമത്തെ ജസ്റ്റിസ് ഫോസ്റ്റർ, 3 ജസ്റ്റിസ് സ്റ്റാറ്റിംഗ്, 4 ജസ്റ്റിസ് കീൻ, ജസ്റ്റിസ് ഹാൻഡി. ഇവർ 5 പേരും ഇതിന് ജഡ്ജ്മെന്റ്സ് എഴുതി. സെപ്പറേറ്റ് ജഡ്ജ്മെന്റ്സ് ആണ് എഴുതുന്നത്. ഓക്കെ, സാധാരണ അങ്ങനെ സെപ്പറേറ്റ് ജഡ്ജ്മെന്റ്സ് എഴുതാറില്ല. ഇത് എന്താ പറയുക, ഒരു ഐഡിയ, ജൂറിസ്പ്രുഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പേപ്പർ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഒരേ ഫാക്ടില് 5 ജഡ്ജിമാർ ജഡ്ജ്മെന്റ് എഴുതുന്നു. 5 പേരും ഒരേ റീസണിങ് അല്ല കൊടുക്കുന്നത്, പക്ഷെ ചില ആൾക്കാരുടെ ഡിസിഷൻ സെയിം ആണ്. ഓക്കെ, ഇപ്പൊ 2 ജഡ്ജിമാര് സെയിം ഡിസിഷൻ കൊടുക്കുന്നു, പക്ഷെ റീസണിങ് ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ റേഷ്യോ ഡിസിഡന്റ് ഡിഫറെന്റ് ആയിരിക്കും. റീസണിങ്, ഇപ്പം ഒരാളെ തൂക്കിക്കൊല്ലണോ വേണ്ടയോ,
ഒരു ജഡ്ജി പറഞ്ഞ് തൂക്കിക്കൊല്ലണം, വേറൊരു ജഡ്ജിയും പറഞ്ഞ് തൂക്കിക്കൊല്ലണം. പക്ഷെ രണ്ടുപേരുടെ രണ്ട് റീസണിങ് ആയിരിക്കും. ആ റീസണിങ് ആണ് ഇമ്പോർട്ടന്റ്. ചിലപ്പോൾ മൂന്നാമത്തെയും നാലാമത്തെയും ജഡ്ജിമാർ പറയും തൂക്കിക്കൊല്ലരുതെന്ന്. അവർ രണ്ടുപേരും ചിലപ്പോൾ റീസണിങ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെ ഓരോരുത്തർ സെപ്പറേറ്റ്. ഈ കേസിൽ 5 പേരെ കൊണ്ട് അഞ്ച് പേര് 5 രീതിയിലാണ് ജഡ്ജ്മെന്റ്സ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അവരുടെ ജഡ്ജ് എന്തായിരുന്നു അവരുടെ ഡിസിഷൻ, എന്താണ് അതിന്റെ റേഷ്യോ ഡിസിഡന്റ് എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. അവസാനം ഈ 5 പേരുടെയും ഡിസിഷൻ കഴിഞ്ഞ് ഫൈനൽ ഡിസിഷൻ എന്തായി. ഓക്കെ, ഇപ്പൊ 5 ജഡ്ജിമാരാണ്. അപ്പം ഒരാളെ തൂക്കിക്കൊല്ലണോ വേണ്ടയോ എന്നാണെന്നുണ്ടെങ്കിൽ മിനിമം എത്ര പേര് അഗ്രി ചെയ്യണം അയാളെ തൂക്കിക്കൊല്ലണമെങ്കിൽ? 5 ജഡ്ജിന്റെ ബെഞ്ചാണ്. അയാളെ തൂക്കിക്കൊല്ലണം എന്നുണ്ടെങ്കിൽ, ഫൈനൽ ഡിസിഷൻ തൂക്കിക്കൊല്ലണം എന്നാണെങ്കിൽ എത്ര പേര് അഗ്രി ചെയ്യണം? മിനിമം 3 പേര് അഗ്രി ചെയ്യണം അല്ലേ? മിനിമം 3 പേര് അഗ്രി ചെയ്യണം. 3:2. അതുകൊണ്ടാണ് നോർമലി ഇത് ഓഡ് നമ്പർ വെക്കുന്നത്. ഈ ജഡ്ജ്മെന്റ്സിലൂടെ ഈ ഓഥർ ജോൺ എൽ ഫുള്ളർ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഡിഫറെന്റ് സ്കൂൾസ് ഓഫ് ലോ. ചീഫ് ജസ്റ്റിസ് ട്രപ്പനി ഒരു റീസണിങ് പറയുന്നു. ആ റീസണിങ് ഈസ് ഫൗണ്ടഡ് ഓൺ പോസിറ്റിവിസ്റ്റിക് ലോ. അയാൾ ഒരു പോസിറ്റിവിസ്റ്റ് ആണ്. അപ്പൊ ഒരു പോസിറ്റിവിസ്റ്റ് ആയിട്ടുള്ള ഒരു ജഡ്ജി ഒരു വിധി പറയുമ്പോൾ അയാളുടെ റീസണിങ് എങ്ങനെയായിരിക്കും? ജസ്റ്റിസ് ഫോസ്റ്റർ ഒരു വിധി പറഞ്ഞു, പക്ഷെ അയാൾ ഈസ് എൻ എക്സ്പോണന്റ് ഓർ പ്രൊപ്പണന്റ് ഓർ ഹി ബിലീവ്സ് ഇൻ നാച്ചുറൽ ലോ സ്കൂൾ. അപ്പൊ അയാൾ ഒരു വിധി പറയാണ്. അയാൾ വിധി പറയുമ്പോൾ അയാൾ ഒരു നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അയാൾ നാച്ചുറൽ ലോ സ്കൂളിന്റെ തരത്തിലുള്ള ഒരു റീസണിങ് അയാൾ കൊടുക്കും. ജസ്റ്റിസ് സ്റ്റാറ്റിംഗ് അയാള് വേറൊരു റീസണിങ് ആണ് കൊടുക്കുന്നത്. അയാള് വേറൊരു സ്കൂളിലേക്ക് ബിലോങ് ചെയ്യുന്നു. അത് പോസിറ്റിവിസ്റ്റ് ടെക്സ്റ്റുവലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. പിന്നെ ജസ്റ്റിസ് കീൻ വേറൊരു റീസണിങ് കൊടുക്കുന്നു. അവര് ലീഗൽ റിയലിസ്റ്റ്, അതായത് റിയലിസ്റ്റിക് സ്കൂളിലുള്ള അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അയാൾ അതിന്റെ റീസണിങ് കൊടുക്കുന്നു. ആൻഡ് ജസ്റ്റിസ് ഹാൻഡി ഇതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അയാള് റിക്യൂസ് ചെയ്യും. ഇതിൻ്റെ അകത്ത് അവസാനം ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ റിക്യൂസ് ചെയ്യും. റിക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മെൻ ബൈ ജഡ്ജ് റിക്യൂസ് ചെയ്തു? റിക്യൂസൽ ആ ജഡ്ജ്മെന്റ് എഴുതാതിരിക്കുകയല്ല റിക്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ. ജഡ്ജ്മെന്റ് എഴുതാതിരിക്കാന്ന് അത് ഒരു പണിയെടുക്കാതെ നമ്മുടെ അവർക്ക് പറ്റുമോ? ഞാൻ റിക്യൂസ് ചെയ്യാൻ ജഡ്ജ്മെന്റ് എഴുതാതിരിക്കുകയല്ല. അവര് ഒരു റീസൺ പറയും, ഈ കേസിൽ ഞാൻ കേൾക്കില്ല. സാധാരണ അവർ എപ്പോഴാണ് റിക്യൂസ് ചെയ്യാന്നറിയാം. അപ്പം അവർക്ക് പരിചയമുള്ള ക്ലയൻസ് ആണെങ്കിൽ ഈ കേസ് ഞാൻ കേൾക്കില്ല, ദിസ് ഈസ് ദ റീസൺ. അവരത് വെറുതെ എഴുന്നേറ്റ് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. അവരോട് കേസിൽ ഞാൻ പിന്മാറാൻ ഐ എം നോട്ട് വില്ലിംഗ് ടു അഡ്ജൂഡിക്കേറ്റ് ദ ഡിസ്പ്യൂട്ട് ബിക്കോസ് ക്ലയന്റ് എനിക്ക് അറിയാവുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് നോ മാൻ ഷഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കോസ്. എനിക്ക് ഇതിൻ്റെ അകത്ത് നീതി നടപ്പിലാക്കാൻ പറ്റില്ല. ദ എൻഡ്സ് ഓഫ് ജസ്റ്റിസ് കനോട്ട് ബി മെറ്റ്. കാരണം ദ ക്ലയന്റ് ഈസ് എ പാർട്ടി ഹു ഇസ് നോൺ ടു മീ, സോ ഐ എം റിക്യൂസിങ്. അങ്ങനെ അവർ പറഞ്ഞ് അത് കേസ് മാറ്റണം. അപ്പൊ ഇതിൻ്റെ അകത്ത് ജസ്റ്റിസ് ഹാൻഡി റിക്യൂസ് ചെയ്യും ഈ കേസ്. അതിന്റെ റീസൺ അയാൾക്ക് പാർട്ടീസ് അറിയാന്നുള്ളതല്ല. അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ടിന്റെ മുകളിൽ ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേരാൻ എന്നെ കൊണ്ട് പറ്റില്ല. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് മോറൽ ഇഷ്യൂസ് ഉണ്ട്, ഒരുപാട് ലീഗൽ ഇഷ്യൂസ് ഉണ്ട്. ഇതിൽ അഡ്ജൂഡിക്കേറ്റ് ചെയ്ത് ഒരു ഡിസിഷനിൽ എത്താൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്നിട്ട് അതിനുള്ള കാരണങ്ങൾ അയാൾ കൊടുക്കും. വെറുതെ ഇറങ്ങി പോകാനൊന്നും പറ്റില്ല. അവര് അതിനുള്ള റേഷ്യോ ഡിസിഡന്റ് ആയി. വൈ ആം ഐ റിക്യൂസിങ്? എന്തുകൊണ്ടാണ് ഞാൻ ഇതിലൊരു വിധി പറയാത്തത്? വൈ ഐ റിഫ്യൂസ് ടു റൈറ്റ് എ ഡിസിഷൻ? ഒരു ഡിസിഷൻ അതിന്റെ ഒരു റീസണിങ് അയാൾ കൊടുക്കും. അത് അയാളും ഒരു സ്കൂൾ ഓഫ് തോട്ടിലേക്ക് ബിലോങ് ചെയ്യും. ഇനി അവസാനം ഇതിന്റെ കൺക്ലൂഷൻ, ഇതിന്റെ ഫ്യൂച്ചർ വർക്ക്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഏത് ചോദിച്ചു കഴിഞ്ഞാലും ഈ സംഭവം അങ്ങ് എഴുതി വെക്കുക. കേസ് ലോയിലൂടെ നമുക്ക് സ്കൂളുകളിലേക്ക് പതുക്കെ കയറി ചെല്ലാം. ഓക്കെ, അപ്പൊ ഈ സംഭവം ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഇത് ഹാർവേഡ് ലോ റിവ്യൂവിലെ ഒരു ഫിലോസഫർ ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്ത ആർട്ടിക്കിളാണ്. ആ ആർട്ടിക്കിളാണ് ഹാർവേഡ് ലോ റിവ്യൂ കേസ് ഓഫ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ്. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ കുറച്ച് പേരെ ഇറങ്ങി തിരിച്ചതാണ്. ഫിക്ടീഷ്യസ് സ്റ്റോറിയാണ്. പബ്ലിഷ് ഇൻ 1949. ഹൈപ്പോത്തറ്റിക്കൽ കേസാണ്. ഇതിന്റെ ഉദ്ദേശം എന്താ? ടു ഗിവ് ആൻ ഇൻസൈറ്റ് ഇൻ ടു ദ ആപ്ലിക്കേഷൻ ഓഫ് വേരിയസ് ലീഗൽ തിയറീസ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആക്ച്വലി ലീഗൽ സ്കൂൾസ്. ഈ ഓരോ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലീഗൽ തിയറിയാണ്.
the positivistic ഒരു തിയറി, അല്ലെങ്കിൽ അനലിറ്റിക്കൽ തിയറി, അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂൾ തിയറി, ഹിസ്റ്റോറിക്കൽ സ്കൂൾ തിയറി, സോഷ്യോളജിക്കൽ സ്കൂൾ തിയറി, പിന്നെ റിയലിസ്റ്റിക് സ്കൂൾ തിയറി, പിന്നെ മാർക്സിസ്റ്റ് തിയറി, ഇക്കണോമിക് തിയറി, ഫെമിനിസ്റ്റിക് തിയറി, പിന്നെയുണ്ട് ക്രിട്ടിക്കൽ റേസ് തിയറി. ഇതിങ്ങനെ പോകും. കുറേ തിയറീസ് റീസെന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ തിയറീസിന്റെ ബേസിസിലാണ് ഇവർ ഓരോ ജഡ്ജ്മെന്റ്സ് എഴുതുന്നത്. അപ്പൊ ജൂറിസ്പ്രുഡൻസ് ഈസ് എസെൻഷ്യലി കൺസേൺഡ് വിത്ത് ദീസ് തിയറീസ് or philosophies of law rather than actual practice. അപ്പോൾ ഈ ജെറമി ബെന്തം കോടതിയുടെ പടി പോലും കയറിയിട്ടില്ല എന്നാണ് ഞാൻ വായിച്ചത്. അയാൾ കോടതിയിലേ പോയിട്ടില്ല, ഈ ജെറമി ബെന്തം. സോ ഇറ്റ് ഈസ് നോട്ട് പെർട്ടൈനിങ് ടു ആക്ച്വൽ പ്രാക്ടീസ്. ഇത് ആക്ച്വൽ പ്രാക്ടീസ് ആയിട്ട് ഒരു ബന്ധവുമില്ല. അയാൾ ഒരു ദിവസം പോലും കോർട്ട് ഇട്ടിട്ട് അയാൾ കോടതി പ്രാക്ടീസ് ചെയ്യാൻ പോയിട്ടില്ല ഈ ബന്ധം. ദിസ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ആക്ച്വൽ പ്രാക്ടീസ്. ബട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ എന്തുകൊണ്ടാണ് അത് അങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് ഇവർക്ക് അറിയാം. ദീസ് പീപ്പിൾ നോ ദ ഫിലോസഫി ഓർ സയൻസ് ബിഹൈൻഡ് ദ ലോ. എന്തുകൊണ്ടാണ് ഒരാൾക്ക് പനിഷ്മെന്റ് കൊടുക്കുന്നത്? അയാൾ കോടതിയിൽ പോയില്ലെങ്കിലും അയാൾ പറയും വൈ സം പീപ്പിൾ ആർ പനിഷ്ഡ്. എന്തിനാണ് പനിഷ്മെന്റ് കൊടുക്കുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ ഡെറ്ററന്റ് തിയറി? അതിന് ജെറമി ബെന്തം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ കോളേജിന്റെ ഫ്രണ്ടിൽ ഉള്ള ആ ചായക്കടയിൽ നിന്ന് ഒരുത്തൻ ഒരു ബ്രെഡ് മോഷ്ടിച്ചിട്ട് പോവാന്ന് വെക്കുക. അപ്പൊ മോഷ്ടിച്ചോണ്ട് പോകുന്ന സമയത്ത് അവനെ പോലീസുകാർ വന്ന് പിടിച്ചോണ്ട് പോകുന്നു. അപ്പൊ നമ്മളിത് കണ്ടു. അപ്പൊ നമ്മുടെ കോളേജിലെ കുട്ടികൾ ചോദിക്കുക, അവിടെ എന്താ സംഭവിച്ചോ? അത് അവൻ അവിടുന്ന് ബ്രെഡ് കട്ടെടുത്തുകൊണ്ട് പോലീസ് പിടിച്ചോണ്ട് പോയതാ. സോ ദിസ് വിൽ ക്രിയേറ്റ് എ ഡെറ്ററൻസ് ഇൻ അതേഴ്സ്. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചോണ്ട് പോകുമല്ലേ, ആ ഒരു ഫിയർ ആൾക്കാരുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യും. അപ്പൊ ദാറ്റ് വിൽ ക്രിയേറ്റ് എ ഡെറ്ററൻസ്. അതുകൊണ്ടാണ് പനിഷ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റീസൺ. അങ്ങനെ പല ഓരോ പനിഷ്മെന്റും എന്തുകൊണ്ടാണ്, അതിന്റെ പിന്നിലുള്ള തിയറീസ് എന്താണ്, ആ തിയറി ഡെവലപ്പ് ചെയ്യുന്നതാണ് ജൂറിസ്പ്രുഡൻസ്. എന്തുകൊണ്ടാണ് അവരങ്ങനെ പനിഷ് ചെയ്യുന്നതെന്ന് ചിലപ്പോൾ പോലീസുകാർക്ക് അതിന്റെ ഡെപ്തിലൊന്നും അറിയുന്നുണ്ടാവില്ല. എന്തുകൊണ്ടാണ് വിമൻസ് റൈറ്റ്സ് കൊടുക്കുന്നത്? എന്തുകൊണ്ടാണ് വോട്ടേഴ്സിന് എല്ലാവർക്കും റൈറ്റ്സ് കൊടുക്കുന്നത്? അതും ജെറമി ബെന്തം ഫൈറ്റ് ചെയ്ത വേറെ സംഭവമായിരുന്നു. പണ്ട് എല്ലാവർക്കും വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലായിരുന്നു ഇംഗ്ലണ്ടിൽ. സഫ്രേജ് വോട്ടിംഗ് റൈറ്റ്സിന് വേണ്ടി അയാൾ ഫൈറ്റ് ചെയ്തു. So he gave reason why everybody should be allowed to vote. അതിനെപ്പറ്റി വോളിയൂംസ് ഓഫ് ബുക്സ് എഴുതിയിട്ടുണ്ട്. why everybody should be allowed to vote, why animals should not be killed, why women should be given equal opportunity to that of men, why people should be punished. ഒരാള് മോട്ടോർ ഡ്രൈവിംഗ് വയലേഷൻ വരുമ്പോൾ എന്തുകൊണ്ടാണ് അയാൾക്ക് ഒരു മോട്ടോർ ഡ്രൈവിംഗ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്നുള്ളൊരു പനിഷ്മെന്റ് അയാൾക്ക് കൊടുക്കേണ്ടത്? അതിനുള്ള ഇതിന്റെയൊക്കെ പിന്നിലുള്ള ഫിലോസഫി or science behind law ആണ് jurisprudence. അല്ലാതെ it has nothing to do with actual practice. Okay, so theory or philosophy, that is why it is very difficult. That is what makes jurisprudence difficult. അത് അതിന്റെ പിന്നിലെ തിയറി ആണ്. Okay, or philosophy. This case has drawn so much theoretical interest. ഈ പേപ്പർ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായിരിക്കും തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് വരുന്നത്? തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് വരുന്നത് ഈ ലോ കോളേജിലെ പ്രൊഫസേഴ്സിനായിരിക്കും. അവരാണ് ശരിക്കും. ഇപ്പം സാധാരണ ഇപ്പം LLB കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കോർട്ടിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകും അല്ലെ? ഇപ്പം ഈവൻ സുപ്രീം കോടതി ജഡ്ജ് ആവണമെന്നുണ്ടെങ്കിലും ജസ്റ്റ് LLB മതി. LLM PhD ഒന്നും വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരു അക്കാഡമിക് പോസ്റ്റിലേക്ക് പോവാണ്, അല്ലെങ്കിൽ ടീച്ചിങ് ഫീൽഡിലേക്കോ, അല്ലെങ്കിൽ നമ്മളൊരു എന്താ പറയുക, ഒരു ജൂറിസ്റ്റ് എന്നൊക്കെ പറയില്ല, ആ ഒരു ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ സ്റ്റഡീസിന് പോകും. LLMന് പോകും, പിന്നെ PhDക്ക് പോകും. എന്നിട്ട് അവർ ഏതെങ്കിലും ഒരു ടോപ്പിക് പിക്ക് ചെയ്യും. ചിലപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ലോ ആയിരിക്കും, ചിലപ്പോൾ ക്രിമിനൽ ലോ ആയിരിക്കും. അവർ അതിന്റെ ഡെപ്തിലേക്ക് പഠിക്കാൻ പോകും. അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ആക്ച്വൽ പ്രാക്ടീസിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആക്ച്വൽ പ്രാക്ടീസിൽ അവർക്ക് ഇൻട്രസ്റ്റ് അങ്ങനെ ഉണ്ടാവും. ചിലവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കോടതിയിൽ പോകാൻ. അപ്പൊ അവരെന്ത് വെച്ചാൽ അവർ കൂടുതൽ പഠിച്ച് ഇങ്ങനെ അവരതിന്റെ ഡെപ്തിലേക്ക് ഒരു ടോപ്പിക്കിലേക്ക് ഇറങ്ങിച്ചെല്ലും. അങ്ങനെ ഇറങ്ങിച്ചെല്ലുമ്പോൾ അയാൾ കുറെ കഴിയുമ്പോൾ അയാൾ ജൂറിസ്റ്റ് ആവും. അങ്ങനെയുള്ള ജൂറിസ്റ്റുമാർക്ക് സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുമോ? ആൻസർ പറയും. ഒരു ജൂറിസ്റ്റിന് സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുമോ? അതെ. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, വേറെ എന്തെങ്കിലും? നിങ്ങളൊക്കെ ക്ലാസ് ശ്രദ്ധിക്കുന്ന ആൾക്കാരല്ലേ, പറയൂ. ഓക്കെ, നെഹലയും കൂടെ പറഞ്ഞോളൂ, അതോടുകൂടി പൂർത്തിയാവും.
എന്താണത്? ഞാൻ ചോദിച്ചത് സുപ്രീം കോടതി ജഡ്ജി ആവാൻ പറ്റുമെന്നാ ചോദിച്ചത് ജൂറിസ്റ്റിന്. ഓക്കെ. Article 124(3). Article 124(3) states that a person shall not be qualified unless what is Article 124? 124 clause 3. Unless he is a citizen of India and is in the is in the opinion of the president a distinguished jurist. മനസ്സിലായോ? അത് മനസ്സിലാക്കി വെക്കുക. ആർട്ടിക്കിൾ 124 clause 3. അല്ലെങ്കിൽ ഇപ്പൊ ശർമ്മളേച്ചി പറഞ്ഞാൽ ഹാസ് ബീൻ അറ്റ്ലീസ്റ്റ് 10 years of advocate of a high court or 2 or such courts. ആ പറഞ്ഞ ക്ലോസ് കറക്റ്റ് ആണ്. ഒരു ഹൈക്കോടതിയിൽ 10 വർഷമോ അതിൽ കൂടുതലോ അറ്റ്ലീസ്റ്റ് 10 വർഷമെങ്കിലും പ്രാക്ടീസ് ഉള്ള ഒരു അഡ്വക്കേറ്റിന് സുപ്രീം കോടതി ജഡ്ജി ആവാം. അല്ലെങ്കിൽ 5 വർഷം ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ട് ഇരുന്നിരിക്കണം, അയാൾക്കും സുപ്രീം കോടതി ജഡ്ജി ആവാം. ഇനി പ്രസിഡന്റിന് തോന്നുകയാണ് ഒരാൾ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അയാളെ അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ആയിട്ടില്ല ഇതുവരെ. അത് നല്ലൊരു ചോദ്യമാണ്. അത് ഞാൻ പറഞ്ഞു ക്ലാസ്സിൽ. അപ്പൊ അയാള് ഗവൺമെന്റ് സാർ പറഞ്ഞു പത്രം വായിക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞു. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ ഓർമ്മയില്ലേ? എന്നിട്ട് അയാൾ ഞാൻ പറഞ്ഞു ശരിയാണെന്ന്. ഇത് ഇതേവരെ ആരെയും ആക്കിയിട്ടില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും. മനസ്സിലായില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ പഠിക്കാൻ പോകുന്നത് എന്തുകൊണ്ടാ? ഗതി കെട്ടിട്ടാ പഠിക്കാൻ പോകുന്നത്. ആരും പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പഠിക്കാൻ പോകുന്നുണ്ടോ? നേരെ മറിച്ച് വെസ്റ്റേൺ വേൾഡിൽ അങ്ങനെയൊന്നും അവർ പഠിക്കാൻ താല്പര്യം ഉണ്ടായിട്ട് പോകുന്നതായിരിക്കും. അപ്പൊ ഈ ഡിസ്റ്റിംഗ്വിഷ്ഡ് ജൂറിസ്റ്റിനെ ഇന്ത്യ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ലായിരിക്കും. ഡിസ്റ്റിംഗ്വിഷ് എന്താണ് ജൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി അക്കാഡമിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ, പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ, അവരൊരു ടോപ്പിക് എടുക്കുന്നു. നമ്മുടെയൊക്കെ നാട്ടിലെ PhDയുടെ അവസ്ഥ എന്താ? LLB കഴിഞ്ഞ് ജോലി കിട്ടാത്തവൻ LLMന് പോകും, LLM കഴിഞ്ഞ് ജോലി കിട്ടാത്തവൻ PhDക്ക് പോകും, PhDയും കഴിഞ്ഞ് ജോലി കിട്ടാത്തവൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നില്ല. അപ്പൊ ഈ തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് ഈ ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഓസ്റ്റിൻ ബന്ധം, ഇപ്പൊ ജോൺ എൽ ഫുള്ളർ, ഇവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഈ പണിക്ക് പോയത്? അവർക്ക് തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ്. ചില ആൾക്കാർക്ക് അങ്ങനെ അവർക്ക് തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർക്ക് കോർട്ട് പോയി പ്രാക്ടീസ് ചെയ്യാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അവരിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും ഫുൾ ടൈം. അപ്പൊ ഈ തിയററ്റിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ഈ കേസ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാക്കി. കാരണം ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് എന്നിട്ട് അതിലൂടെ ജൂറിസ്പ്രുഡൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഓക്കെ, that apart from the 5 opinions of the fictitious judges of the Supreme Court of New York, ഇത് ഈ എന്താ പറയുക, ഈ മൂഡ് കോഡ് പ്രോബ്ലം ഒക്കെ ഉണ്ടാക്കുന്ന മാതിരി ഇതൊരു ഫിക്റ്റീഷ്യസ് ആയിട്ട് ഒരു പ്രോബ്ലം അതിൽ ഉണ്ടാക്കി. ആ സുപ്രീം കോർട്ടാണ് സുപ്രീം കോർട്ട് ഓഫ് ന്യൂ യോർക്ക്. അതിന്റെ അകത്ത് 5 ജഡ്ജിമാരുണ്ട്. അവരുടെ 5 ഒപ്പീനിയൻ ഇത് ആൾക്കാരുടെ ഇടയിൽ ഒരു തിയററ്റിക്കൽ ഇൻട്രസ്റ്റ് ഡെവലപ്പ് ചെയ്തു. That were initially published in Fuller's paper. There has various other opinions on the same too. There have been various other opinions on the same too. അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് രസം ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇയാൾ ഈ പേപ്പർ എഴുതി. ഓക്കെ, ഇയാൾ ഈ പേപ്പർ എഴുതിയതിനു ശേഷം ഇതാണ് ഞാൻ നിങ്ങൾക്ക് പേപ്പർ കാണിച്ചു തന്നു. ഹാർവേർഡ് ലോ റിവ്യൂല് ഈ പേപ്പർ വന്നു. ഈ പേപ്പർ വന്ന വർഷവും ഞാൻ കാണിച്ചു തന്നു. 1949 ഈ പേപ്പർ വന്നു. ഈ പേപ്പർ വന്നതിന്റെ ശേഷം അടുത്തൊരു ആൾക്കാർ ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്താ അക്കാഡമിഷ്യൻസ് ഇതിന്റെ മുകളിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, എന്നിട്ട് അടുത്ത പേപ്പർ വന്നു. ഓക്കെ, വേറൊരു പേപ്പർ, യൂണിവേഴ്സിറ്റി ഓഫ് മയാമി സ്കൂൾ ഓഫ് ലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിപ്പോസിറ്ററി, ദ കേസ് ഓഫ് സ്പെലൻഷ്യൽ എക്സ്പ്ലോറേഴ്സ്, കണ്ടംപററി പ്രൊസീഡിംഗ്, വേറെ 5 ജഡ്ജിമാര്. ഇത് പതുക്കെ തന്നെ വലുതാവാൻ തുടങ്ങി ഈ കേസ്. ഈ സെയിം ഫാക്ട്സിന്റെ മുകളിൽ വേറെ 5 പേര് പേപ്പർ എഴുതി. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അതിന്റെ ഇടയ്ക്ക് വേറെ 3 ലോ കോളേജിലെ പ്രൊഫസേഴ്സ് അതിന്റെ മുകളിൽ 3 ലോ കോളേജ് പ്രൊഫസേഴ്സിന്റെ ഒപ്പീനിയൻ വന്നു. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള 6 ജഡ്ജിമാർ ഇതിന്റെ മുകളിൽ, അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു കേസ് വന്നിരുന്നെങ്കിൽ അവരെങ്ങനെ ഡിസൈഡ് ചെയ്യാമായിരുന്നു? അൾട്ടിമേറ്റ്ലി എന്തുണ്ടായെന്നറിയോ? സെയിം ഫാക്ട്സിന്റെ മുകളിൽ 25 ഒപ്പീനിയൻസ് വന്നു. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. സെയിം ഫാക്ട്സ് ഓഫ് ദ കേസ്, 25 ഡിഫറെന്റ് ഒപ്പീനിയൻസ്. എത്ര സ്കൂൾ ഓഫ് തോട്ട് വന്നെന്ന് അറിയോ? അപ്പൊ ഇത്രയും സംഭവങ്ങൾ നിങ്ങൾ വായിക്കുന്ന സമയത്ത്
ഇത് കണ്ട ഫള്ളേഴ്സ് ആർട്ടിക്കൽ പേപ്പർ 5 men ഇതിൻ്റെ അകത്ത് ഒരു ഫെമിനിസ്റ്റിക് അപ്രോച്ച് ഫെമിനിസം ഇതിൻ്റെ അകത്തൊരു അവരൊരു ഫെമിനിസ്റ്റിക് അപ്രോച്ച് കൊടുത്തു. ഫെമിനിസം പ്രൊവൈഡ്സ് എ യൂസ്ഫുൾ പെർസ്പെക്റ്റീവ് ഫ്രം വിച്ച് ടു എക്സാമിൻ ദ ഡയലമ ഓഫ് എക്സ്പ്ലോറേഴ്സ്. അങ്ങനെ ഒരു ഫെമിനിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫെമിനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് വരുന്ന സമയത്ത് ഇതിനെങ്ങനെ അപ്രോച്ച് ചെയ്യും മനസ്സിലായില്ല. അപ്പൊ പല പല ആൾക്കാർ ഇതിനകത്ത് ക്രിട്ടിക്കൽ റേസ് തിയറീസ്, ഫെമിനിസ്റ്റ്, പോസിറ്റിവിസ്റ്റ്, നാച്ചുറൽ ലോ റിയലിസ്റ്റ്, ഇങ്ങനെ പല പല ആൾക്കാർ അവരുടെ പല സ്കൂൾ ഓഫ് തോട്ടിൽ നിന്ന് പല ഫിലോസഫിയിലൂടെ ചിന്തിക്കുമ്പോൾ ഇതിനെ എങ്ങനെ ഈ കേസിനെ ഡിസൈഡ് ചെയ്യാം എന്നുള്ളത് ഇതൊരു ഭയങ്കര ഒരു ആൾക്കാരുടെ ഇടയിൽ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്ത് ആ പേപ്പർ അവിടെ എൻഡ് ചെയ്തില്ല. ആ പേപ്പർ അങ്ങ് വലുതായി പല ആൾക്കാർ എഴുതി ഇതൊരു ഭയങ്കര വലിയൊരു ജൂറിസ്പ്രുഡൻസിൽ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഫേമസ് കേസ് ആയിട്ട് മാറി. ആ കേസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി the case of Speluncean explorers is aimed at introducing students of philosophy of law to diverse legal theories. ഞാൻ ഇതിന്റെ എൻഡ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതിന്റെ എൻഡിൽ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. The purpose of this case is to introduce students of philosophy of law to diverse legal theories, as the opinions of various scholars and judges represent the different views. Natural law theorists, consequentialists, rights theorists, feminists, positivists, textualists, purposivists, realists, pragmatists, contextualists, critical race theorists, minimalists and process theorists. ഈ 25 ഡിസിഷൻസ് വന്നതൊക്കെ പല പല സ്കൂളിലുള്ള ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഒപ്പീനിയൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫള്ളർ നമ്മളെല്ലാവരും ഒരു കേസ് എഴുതി ഒരു കേസിന്റെ ഫാക്ട്സിൽ ഇത്രയും അധികം ഡിസിഷൻസ് വരിക. ഡിസിഷൻസ് സെയിം ആയിരിക്കും. ഇതിൽ ഒരാളെ തൂക്കിക്കൊല്ലണോ വേണ്ടേ എന്നുള്ളതേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നെങ്കിൽ തൂക്കിക്കൊല്ലണം അല്ലെങ്കിൽ തൂക്കിക്കൊല്ലണ്ട, അല്ലാതെ മറ്റേ ഒരു ജസ്റ്റിസ് പറഞ്ഞാൽ ഒന്നും ഡിസൈഡ് ചെയ്യാതിരിക്കുക. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫാക്ട്സ് ഗിവൻ ദ ഫാക്ട്സ് ഓഫ് ദ കേസ് എനിക്ക് ഇതിൻ്റെ അകത്ത് ഒന്നും പറയാനില്ല. കാരണം ദിസ് ഈസ് എ മോറൽ ഓർ എ ലീഗൽ ഡയലമ. അതുകൊണ്ട് റെക്യൂസ് ചെയ്യുക. അപ്പൊ ഈ ഒരു 3 ഓപ്ഷൻസ് ഇതിൻ്റെ അകത്തുള്ളൂ. പക്ഷെ 25 ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പല സ്കൂൾ ഓഫ് തോട്ടുകളാണ്. അപ്പം നേരെ വെച്ച് ഫള്ളർ എഴുതിയ പേപ്പറിൽ ആ ഒരു മനുഷ്യൻ, ആ ഒരു ഓഥർ 5 ഡിഫറെന്റ് വ്യൂസ് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ 5 വ്യൂസ് നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരിക്കലും ഇത് കാണാൻ പറ്റില്ല. ഇതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ലോ കോളേജ് സ്റ്റുഡന്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ലോ കോളേജ് സ്റ്റുഡന്റ് അല്ലെങ്കിൽ ഒരു ജൂറിസ്റ്റ് ആണെങ്കിലും ഒരു ജഡ്ജ് ആണെങ്കിലും ഒരിക്കലും അവർ ബയാസ്ഡ് ആയിരിക്കരുത്. കാരണം ഒരു സൈഡിലേക്ക് അത് ഇറ്റ് മേ ബി എ റിലീജിയൻ, ഇറ്റ് മേ ബി എ ഐഡിയോളജി, ഒരു പൊളിറ്റിക്കൽ അഫിലിയേഷൻ ആവാം, ഒരു റിലീജിയൻ ആവാം, നമുക്ക് ഒരു ഹോളി ബുക്ക് ആവാം, സെക്യുലർ ബുക്ക് ആവാം. നമ്മൾ ഏതിലേക്കെങ്കിലും നമ്മളങ്ങ് ചാഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരേ ഫാക്ട്സിന്റെ മുകളിൽ 25 വ്യൂ പോയിന്റ്സ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റില്ല. അല്ലെങ്കിൽ ഫള്ളർ എഴുതിയ മാതിരി 5 വ്യൂ പോയിന്റ്സ് ഇതിൻ്റെ അകത്ത് കാണുക എന്ന് കാണാൻ നിങ്ങളുടെ ബ്രെയിനിന് സാധിക്കണമെങ്കിൽ ഒരിക്കലും നമ്മളുടെ ബ്രെയിൻ ഒരു സൈഡിലേക്ക് ഇൻക്ലൈൻഡ് ആവരുത്. ഇൻക്ലൈൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഒരിക്കലും ആ മറ്റേ ഐഡിയാസ് ക്ലിക്ക് ചെയ്യില്ല. ഈ ഫള്ളറിന്റെ പേപ്പർ നമ്മൾ വായിക്കുന്നതാണ്, ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവില്ല. അപ്പൊ ഈ ജോൺ ഫള്ളറിന്റെ മൈൻഡില് ഇത്രയും അയാൾ ഇങ്ങനെ പല പല സ്കൂളിൽ നിന്നുകൊണ്ട് തിങ്ക് ചെയ്യണം. അയാളാണെങ്കിൽ എങ്ങനെ, ഞാനിപ്പോ ഒരു പോസിറ്റിവിസ്റ്റ് ആണെങ്കിൽ ഞാൻ ഇതിനെ എങ്ങനെ അനലൈസ് ചെയ്യും? അപ്പൊ അയാൾ ശരിക്കും ഒരു പോസിറ്റിവിസ്റ്റ് ആയിരിക്കില്ല അയാള്. ഇനി ഒരു നാച്ചുറൽ ലോ തിയറിസ്റ്റ് ആണ് ഞാനെങ്കിൽ ഞാൻ ഈ കേസിനെ എങ്ങനെ കാണും? അപ്പൊ അതിന്റെ മുകളിൽ അയാൾ ആർഗ്യൂ ചെയ്യാണ്. എന്നിട്ട് അയാൾ എഴുതി കൊണ്ടുവരികയാണ്. അയാളുടെ ഈ നാച്ചുറൽ ലോ സ്കൂൾ ഫോളോ ചെയ്യുന്ന ആളുടെ ഡിസിഷൻ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. പോസിറ്റിവിസ്റ്റിക് ആള് പറഞ്ഞു ഇവനെ തൂക്കിക്കൊല്ലണം. നാച്ചുറൽ ലോ സ്കൂൾ ഫോളോ ചെയ്യുന്ന ആള് പറഞ്ഞു അയാളെ തൂക്കിക്കൊല്ലാൻ പാടില്ല. എന്നിട്ട് രണ്ടും നല്ല രീതിയിൽ അയാൾ ആർഗ്യൂ ചെയ്ത് കൊണ്ടുവരികയാണ്, അതിന്റെ റീസണിങ്സ് കൊടുക്കുകയാണ്. അപ്പൊ ഈ പല പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് നമുക്ക് ഇതിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എസ്പെഷ്യലി ലോ കോളേജ് സ്റ്റുഡൻസ് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അവർക്ക് അത് കാണാം, അവരുടെ മൈൻഡിൽ ആ ഒരു ഇത് ഉദിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പുറത്തേക്ക് വരില്ല അത്. നമ്മൾ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഹെവിലി ബയാസ്ഡ് ആയി കഴിഞ്ഞാൽ, കാരണം നമ്മളുടെ
അത് ആ ഒരു ഇത് ആർഗ്യൂ ചെയ്യാനുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതാണ് ഇതിന്റെ സം ടോട്ടൽ, ഈ പേപ്പറിന്റെ അതുകൊണ്ടാണ് ഇത് ലോ കോളേജ് സ്റ്റുഡൻസിന് ഇത് തുടക്കം തന്നെ ഇത് പഠിപ്പിക്കും ഈ കേസ് ഓഫ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ്. കാരണം അവരുടെ മൈൻഡിലേക്ക് പല പല തിയറീസ്, ഒരേ കാര്യത്തെ പല രീതിയിൽ നോക്കി കാണുന്നു. ആൻഡ് ദ ബ്യൂട്ടി ഈസ് ഓൾ ഓഫ് ദം ആർ റൈറ്റ്. എല്ലാവരും ഇതിന്റെ അകത്ത് ശരിയാണ്. ഒരാൾ റെക്യൂസ് ചെയ്ത ആൾ വരെ ശരിയാണ്, ആ റെക്യൂസൽ ചെയ്ത ആളും ശരിയാണ്. പക്ഷെ ഓൺലി തിങ് ഈസ് ഹി ഹാസ് ടു ഗിവ് എ റീസൺ. ഇതെല്ലാം എഴുതുന്നത് പല ആൾക്കാരല്ല, ഒരേ വ്യക്തിയാണ് എഴുതുന്നത്. ജോണൽ ഫള്ളറിന്റെ പേപ്പറാണത്. പിന്നീട് അതിന്റെ മുകളിൽ ഒരുപാട് തിയറീസ് വേറെ വന്നു. ഈ ഫെമിനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് ഒക്കെ പറയുന്നത് ഇവിടെയുള്ള ആൾക്കാർ വെറുതെ എന്തെങ്കിലും വായി തോന്നിയിരുന്നത് വിളിച്ച് പറയുന്ന കാര്യം അത്ര എളുപ്പമൊന്നുമല്ല. ആ ഫെമിനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസിൽ തന്നെ പല രീതിയിലുണ്ട്. ലിറ്ററൽ ഫെമിനിസം, പ്രാഗ്മാറ്റിക് ഫെമിനിസം എന്നൊക്കെ പറഞ്ഞ് പല തരത്തിലുള്ള ഫെമിനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് ഉണ്ട്. അങ്ങനെ ഓരോ ജൂറിസ്പ്രുഡൻസിലേക്ക് ബിലീവ് ചെയ്യുന്ന ആൾക്കാർ ആ ഫാക്ട്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, സെയിം ഫാക്ട്സ് ഓഫ് ദ കേസ്, അൾട്ടിമേറ്റ്ലി ഇത്രയും നിങ്ങൾ മനസ്സിലാക്കുന്നത്, സെയിം ഫാക്ട്സ് ഓഫ് ദ കേസ് gave rise to 25 different opinions. പല ഫാക്ട് അല്ല, ഒരേ ഫാക്ടിൽ നിന്ന് 25 രീതിയിലുള്ള റീസണിങ് ആണ് വന്നത്. അപ്പം പല രീതിയിൽ ഇതിനെ നോക്കിക്കാണാം. അത് ഒന്ന് വേറൊന്നിനെ കോൺട്രഡിക്ട് ചെയ്യും, ചിലതൊക്കെ കോൺഗ്രുവന്റ് ആയിട്ട് വരും. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടെന്ന് ഫാക്ട്സിലേക്ക് പോവാം. എന്താണ് ഈ കേസിൽ ഉണ്ടായത്? All the diverse opinions of the judges and scholars in this case represent different views of legal theories like natural law theory, consequentialist theory, positive theory, critical race theory and the like. ഈ critical race theory എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേസിലുള്ള ആൾക്കാരെ ശിക്ഷിക്കുന്ന ഒരു പ്രവണത വന്നു. അപ്പൊ അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു പ്രത്യേക റേസിലുള്ള ആൾക്കാരെ മാത്രം എങ്ങനെയെങ്കിലും അവരെ മാത്രം പനിഷ് ചെയ്യുക, അവർ വന്നിരിക്കുമ്പോൾ അവർക്ക് ഹെവി പനിഷ്മെന്റ് കൊടുക്കുക, സിവിയർ പനിഷ്മെന്റ് കൊടുക്കുക. നേരെ മറിച്ച് ഇപ്പൊ മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ അവരെ പനിഷ് ചെയ്യാതിരിക്കുക. അങ്ങനെ ഒരു തിയറി വന്നു, ക്രിട്ടിക്കൽ റേസ് തിയറി. അപ്പം ഈ ഒരു ക്രിട്ടിക്കൽ റേസ് തിയറിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അതിനെ എങ്ങനെ ഡിസൈഡ് ചെയ്യാം? അത് US-ലൊക്കെയാണ് ചില ഇഷ്യൂസ് ഒക്കെ ഉണ്ടായത്. അതായത് അവിടെ പ്രിസണിലേക്ക് വിടുന്ന മെജോറിറ്റി ആൾക്കാരും ബ്ലാക്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൈറ്റ്സ് കുറ്റം ചെയ്യുമ്പോൾ അവരെ അധികം ഇംപ്രിസൺമെന്റോ ഡെത്തോ അവർക്ക് ലോങ് ടേം പനിഷ്മെന്റ് ഒന്നും കൊടുക്കുന്നില്ല. അതേസമയം ബ്ലാക്സ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ അവരെ ശിക്ഷിക്കുക എന്നൊക്കെ പറയും. അതാണ് ക്രിട്ടിക്കൽ റേസ് തിയറി. ഓക്കെ, പക്ഷെ നമുക്ക് ഇതിൻ്റെ അകത്ത് എല്ലാം ഒന്നും പഠിക്കാനില്ല. നമുക്ക് നാച്ചുറൽ ലോ തിയറിയും കോൺസിക്വൻഷ്യലിസ്റ്റ് തിയറിയും പോസിറ്റീവ് തിയറിയൊക്കെ നമുക്ക് പഠിക്കാവുള്ളൂ. ഫെമിനിസ്റ്റിക് തിയറി പഠിക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു ചോദിച്ചപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് തന്നെ ജൂറിസ്പ്രുഡൻസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടത് ഫെമിനിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് എഴുതാൻ. അത് പഠിക്കാതെ അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമ്മളത് പഠിപ്പിച്ചിട്ടുമില്ല, ഇന്റേണൽ എക്സാമിന് വരാൻ സാധ്യതയില്ല. The case is useful for students to think about real practical consequences of various philosophical theories. Okay, ഇനി facts of the case. Facts നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, പക്ഷെ ഒരു ഡിഫറെന്റ് കോണ്ടെക്സ്റ്റിൽ. This is a case involving murder and cannibalism. Cannibalism എന്താണെന്ന് അറിയാലോ, ഒരാളെ കൊന്ന് തിന്നുകയാണ്. Okay, murder and cannibalism. The 4 accused explorers were stranded in a cave with a 5th explorer named Roger Wetmore. Wetmore എന്ന് പറഞ്ഞ ഒരു 5 പേരും കൂടെ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അതാണ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ് എന്ന് പറഞ്ഞാൽ. കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോയി. അവരൊരു കേവിന്റെ അകത്ത് കയറിയപ്പോൾ അവർ അതിൻ്റെ അകത്ത് പെട്ടുപോയി. അവരുടെ കൂടെ ഒരാളുണ്ട്. 5 പേരിൽ ഒരാളുടെ പേര് റോജർ വെറ്റ്മോർ എന്നാണ്. അങ്ങനെ they were stranded as the cave center. അപ്പൊ പെട്ടെന്ന് ഒരു ലാൻഡ് സ്ലൈഡ് വന്നിട്ട് ഇവർ ഏത് കേവിന്റെ അകത്തേക്കാണോ കയറി അതിന്റെ മുഖം, അതിന്റെ എന്താ പറയുക ഓപ്പണിങ്, അതിന്റെ മൗത്ത് അങ്ങ് ഒബ്സ്ട്രക്റ്റഡ് ആയി പോയി ലാൻഡ് സ്ലൈഡിൽ. ഇവർ 5 പേര് അതിന്റെ അകത്ത് പെട്ടുപോയി. The 5 explorers only carried minimal provisions and did not have any food to survive for long. അവർ അതിന്റെ അകത്ത് പെട്ടുപോയി. Luckily for them, on the 20th day, they noticed a portable wireless machine in the cave which could help them contact people at the rescue camp through a similar machine. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയിട്ടുണ്ട് തെറ്റുപറ്റി. On the failure of opening of the cave where the man discovered they settled the company with the 20th day അല്ല കേട്ടോ. അതിൻ്റെ അകത്ത് ഞാൻ എഴുതിയതിൽ on the 20th day of their imprisonment it was അതല്ല. ഓക്കെ, എന്തായാലും ഈ ഡേറ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. അതവിടെ നിൽക്കട്ടെ. ഈ ഡേ ലക്കിലി ഫോർ ദം ദേ നോട്ടീസ്ഡ്, ഇത്രയും നോക്കിയാൽ ദേ നോട്ടീസ്ഡ് ആ കേവിന്റെ അകത്ത് അവരൊരു വയർലെസ് മെഷീൻ കണ്ടു.
ആ വയർലെസ് മെഷീൻ വെച്ചിട്ട് അപ്പൊ ഇവർ ഇതിൻ്റെ അകത്ത് പെട്ടുപോയ സമയത്ത് ഇവരെ ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു റെസ്ക്യൂ ക്യാമ്പിനെ ഇവരെ അറിയിച്ചു. ഒരു പോർട്ടബിൾ വയർലെസ് മെഷീൻ ഉണ്ട്, ദാറ്റ് വാസ് ഇൻസ്റ്റാൾഡ്. ആ കേവിന്റെ അകത്ത് അതേമാതിരിത്തെ ഒരു സംഭവം ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ത്രൂ ദിസ് ദേ കോൺടാക്റ്റഡ് ദ റെസ്ക്യൂ ടീം ആൻഡ് സൂൺ ഇനഫ്, ഈ ഡേറ്റ് ഒന്ന് നിങ്ങൾ ഇപ്പോൾ തൽക്കാലം എടുക്കണ്ട, റെസ്ക്യൂ എഫേർട്സ് വർ സ്റ്റാർട്ടഡ്. അപ്പൊ അതിന്റെ അകത്ത് ഈ കേവിന്റെ അകത്ത് അവരുടെ ഭാഗ്യത്തിന് ഒരു പോർട്ടബിൾ വയർലെസ് മെഷീൻ ഉണ്ടായിരുന്നു. അതുവഴി അവരെങ്ങനെയൊക്കെയോ റെസ്ക്യൂ ടീമിനെ കോൺടാക്ട് ചെയ്തു. റെസ്ക്യൂ എഫേർട്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തു. Okay, soon enough they contacted the rescue team and soon enough the rescue efforts were underway. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. The rescuers however had a tough time navigating their way through the consequent landslides. ഈ ലാൻഡ്സ്ലൈഡ് ഒക്കെ ഉണ്ടായ കാരണം അവർക്ക് അത് ഇറ്റ് വാസ് എ ടഫ് ടൈം ആൻഡ് ഇൻഫോംഡ് ദ എക്സ്പ്ലോറേഴ്സ് ദാറ്റ് ഇറ്റ് വുഡ് ടേക്ക് അബൌട്ട് 10 days to rescue them. അവരെ അറിയിച്ചു. ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ട് കേട്ടോ. ഈ റെസ്ക്യൂ ടീമും ഇതിന്റെ അകത്ത് പെട്ടുപോയി ഇവരും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ പറ്റുന്നുണ്ട്. അവർ പറഞ്ഞു 10 days എടുക്കും നിങ്ങളെ ഞങ്ങൾക്ക് റെസ്ക്യൂ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പറഞ്ഞു. ഡ്യൂറിംഗ് ദ റെസ്ക്യൂ പ്രോസസ് അൺഫോർച്ചുനേറ്റ്ലി 10 of the rescuers lost their lives due to fresh landslides. അപ്പൊ ഇതിങ്ങനെ പുറത്തിങ്ങനെ ലാൻഡ് സ്ലൈഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഈ കുറെ പേര് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പോയിന്റ് നോക്കണേ. 10 of the rescuers lost their lives due to fresh landslides. ഇവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നതിന്റെ ഇടയ്ക്ക് വീണ്ടും ലാൻഡ് സ്ലൈഡ്സ് നടക്കുന്നു. ഇവരെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയ്ക്ക് വേറെ 10 റെസ്ക്യൂവേഴ്സിന്റെ ലൈഫും പോയി. ഓക്കെ, അവരെ അറിയിച്ചത് എന്താ, മിനിമം 10 ദിവസമെങ്കിലും എടുക്കും ഞങ്ങൾക്ക് നിങ്ങളെ റെസ്ക്യൂ ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ. ഇനി പോസ്റ്റ് എ ഡിസ്കഷൻ വിത്ത് മെഡിക്കൽ എക്സ്പെർട്സ്. അപ്പൊ ഇവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഇവർ മെഡിക്കൽ എക്സ്പേർട്സ് ആയിട്ട് ഇവര് ഡിസ്കസ് ചെയ്ത സമയത്ത് എക്സ്പ്ലോറേഴ്സിന് മനസ്സിലായി ദർ വാസ് ലിറ്റിൽ ടു നോ പോസിബിലിറ്റി ഓഫ് ദ സർവൈവൽ ഫോർ എൻ അഡീഷണൽ 10 days വിതൗട്ട് ഫുഡ്. അതായത് ഇനിയിപ്പോൾ അഡീഷണൽ ഒരു 10 ദിവസമെങ്കിലും എടുക്കും എന്ന് പറഞ്ഞു. അപ്പൊ അവർ മെഡിക്കൽ എക്സ്പേർട്സ് ആയിട്ട് അവർക്ക് മനസ്സിലായി 10 ദിവസം അവരുടെ ഫുഡൊന്നും ഇല്ലാതെ ഇതിന്റെ അകത്ത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്ന പോസിബിലിറ്റി ഇല്ല. അപ്പൊ റോജർ വെറ്റ്മോർ സജസ്റ്റ് ചെയ്തു that they should kill and eat one of the members of the group for survival. അപ്പൊ റോജർ വെറ്റ്മോർ പറഞ്ഞു, നമ്മൾ 5 പേരുണ്ട്, നമ്മൾ വേറൊരാളെ കൊന്നിട്ട് നമ്മൾ കഴിക്കണം, അല്ലെങ്കിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. The other explorers agreed but did not know how they should go about choosing the prey. 5 പേരുണ്ട്, ഇതിൽ ആരെ ചൂസ് ചെയ്യണം എന്നുള്ളത് അവർക്ക് അറിയില്ല. ഇനി no rescuer, doctor, member of the government, priest offered advice regarding this situation when the explorers are. ഇവരെന്ത് ചെയ്തു, ഈ എക്സ്പ്ലോറേഴ്സ് കോണ്ടാക്ട് ചെയ്തു പുറത്തേക്ക് കുറെ റെസ്ക്യൂവേഴ്സിനെ, മെമ്പർ ഓഫ് ഗവൺമെന്റിലുള്ള ആൾക്കാരെ കോണ്ടാക്ട് ചെയ്തു, പ്രീസ്റ്റുമാരെ കോണ്ടാക്ട് ചെയ്തു, പല ആൾക്കാരെ ഇവർ കോണ്ടാക്ട് ചെയ്തു. എന്നിട്ട് അവര് എങ്ങനെയാണ് അവർക്ക് ഇത് ഒരാളെ പിക്ക് ചെയ്യേണ്ടതെന്ന് അവർ ചോദിച്ചിട്ട് ഒരാളും ഒരു അഡ്വൈസ് കൊടുത്തില്ല. അത് ശ്രദ്ധിക്കണം. അവരായിട്ട് ചോദിച്ചു, ഞങ്ങളിങ്ങനെ ഒരാളെ കൊന്ന് തിന്നാൻ പോവാണ്, അപ്പൊ ഇതിൽ ആരെ വേണം പ്രേ ആയിട്ട് ചൂസ് ചെയ്യാൻ, നിങ്ങളൊന്ന് എങ്ങനെ ഈ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യണം, ഞങ്ങളെ ഒന്ന് അഡ്വൈസ് ചെയ്യണം എന്ന് ഇവർ ആവശ്യപ്പെട്ടു. ഒരാളും ഒരു അഡ്വൈസും കൊടുത്തില്ല. ഓക്കെ, എല്ലാവരും ഫോൺ എടുത്തിട്ടുണ്ടാവില്ലായിരിക്കും. സോ ദേ ഡിസൈഡഡ് ടു ത്രോ എ ഡൈസ് ആൻഡ് ലീവ് ഇറ്റ് ടു ലക്ക്. അപ്പൊ അവരൊരു ഡൈസ് ത്രോ ചെയ്യാൻ അവർ തീരുമാനിച്ചു. ഡൈസ് തിന്നിട്ട് ആരൊക്കെയാണോ ഇത് നറുക്ക് വീഴുന്ന അയാളെ കൊന്നു തിന്നാണ്. ബിഫോർ ത്രോയിങ് ദ ഡൈസ്, അതുവരെ റോജർ വെറ്റ്മോർ ആണ് ഇത് പറഞ്ഞത്. നമുക്ക് ഒരാളെ കൊന്നിട്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഡൈസ് ത്രോ ചെയ്യുന്നതിന് മുമ്പ് റോജർ വെറ്റ്മോർ albeit the one to originally suggest the idea, albeit the one എന്ന് പറഞ്ഞാൽ although അയാളാണ് ഒറിജിനലി ഈ ഐഡിയ സജസ്റ്റ് ചെയ്തത് എങ്കിലും റോജർ വെറ്റ്മോർ റിയലൈസ്ഡ് ഹി കുഡ് നോട്ട് ഗോ ത്രൂ വിത്ത് ഇറ്റ് ആൻഡ് വിഡ്രോ. അയാൾ വിഡ്രോ ചെയ്തു. ഓക്കെ, അപ്പൊ ഡൈസ് ത്രോ ചെയ്യുന്നതിന് മുമ്പ് അയാൾ പറഞ്ഞു, ഞാൻ ഈ പണിക്കില്ല, ഞാൻ ഇതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യാൻ പോവാണ്. പക്ഷെ മറ്റവരെന്ത് ചെയ്തു, the others however were keen on going ahead with the plan and threw the dice anyway without excluding. വെറ്റ്മോർ പറ്റില്ല എന്ന് പറഞ്ഞെങ്കിലും വെറ്റ്മോറിനെയും കൂടെ ഇവർ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് മറ്റവർ they went ahead with the plan so as to improve their chances at survival. അല്ലേ? അത് സ്വാഭാവികമായിട്ട് അയാളെയും കൂടെ എന്തിനാ ഇൻക്ലൂഡ് ചെയ്തത്? ഇപ്പൊ 4 പേര്, വെറ്റ്മോർ പറഞ്ഞു എനിക്ക് ഇല്ലാത്ത താല്പര്യമില്ല എന്ന്, പക്ഷെ അവര് വെറ്റ്മോറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത് എന്തിനാ? അല്ലെങ്കിൽ 4 പേരേ ഉള്ളൂ, 25% പ്രോബബിലിറ്റി ഉണ്ടാവും അവരിൽ ഏതെങ്കിലും ഒരാളുടെ പേരിൽ നറുക്ക് വീഴാൻ, ഏതെങ്കിലും ഒരാൾ മരിക്കാനുള്ള സാധ്യത 25% ആയിരിക്കും. വെറ്റ്മോറിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ 20% പ്രോബബിലിറ്റി. അതൊരു ഗെയിം ഓഫ് പ്രോബബിലിറ്റിയാണ്. അപ്പൊ അവരുടെ ആ ചാൻസസ് ഓഫ് സർവൈവൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വെറ്റ്മോറിനെയും കൂടെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു. ഈവൻ ദോ വെറ്റ്മോർ ഡിഡ് നോട്ട് വാണ്ട് ടു ടേക്ക് പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഗെയിം. അതായത് ഒരാളെ അയാളത് വിഡ്രോ ചെയ്തെങ്കിലും അയാളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. അൺഫോർച്ചുനേറ്റ്ലി ഫോർ ഹിം the dice went to Vetmore's disadvantage and he was killed and eaten by the forest beast. ഇവര് ഫോഴ്സ്ഫുള്ളി വെറ്റ്മോറിനെ ഇതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തു, ഇവര് ഡൈസ് ഇട്ടു, ആ വെറ്റ്മോറിന്റെ ഡിസഡ്വാൻറ്റേജിൽ ഡൈസ് വീണു.
അയാളെ കൊന്നു, ഇവർ തിന്നു, ബാക്കി 4 പേര്. ഓക്കെ. ഇനി the 4 living explorers were finally rescued on the 32nd day. 32 days എടുത്തു. 32nd ഡേയിലാണ് അവരെ റെസ്ക്യൂ ചെയ്യുന്നത്. വെറ്റ്മോറിനെ കൊന്നത് 23ാമത്തെ ദിവസമാണ്, 9 days earlier. Okay. The medical experts deduced that there was a chance of all 5 surviving. അപ്പോൾ മെഡിക്കൽ എക്സ്പേർട്സ് പിന്നീട് പറഞ്ഞു there was a chance 5 പേർക്ക് സർവൈവ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ടായിരുന്നു. Had the 4 survivors not cannibalized Wetmore. After being rescued, the 4 surviving explorers എന്നിട്ട് ഇവരെ റെസ്ക്യൂ ചെയ്ത് കഴിഞ്ഞു കേട്ടോ 32nd ഡേയിൽ. എന്നിട്ട് were treated for malnutrition and shock. അവരെ ഈ ഷോക്ക് ട്രീറ്റ്മെന്റിന്, അവന് ഷോക്കിനും മാൽന്യൂട്രീഷനൊക്കെ അവരെ ട്രീറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് they were tried for murder. ഈ 4 പേരെയും വിളിച്ചുകൊണ്ടുപോയി ട്രയൽ സ്റ്റാർട്ട് ചെയ്തു മർഡറിന്, ആൻഡ് കോൺസിക്വന്റ്ലി അവാർഡഡ് ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഇവർ 4 പേരെ തൂക്കിക്കൊല്ലാൻ ട്രയൽ കോർട്ട് വിധിച്ചു. ബൈ ദ കോർട്ട് ഓഫ് ജനറൽ ഇൻസ്റ്റൻസസ് ഓഫ് ദ കൗണ്ടി ഓഫ് സ്റ്റൗഫീൽഡ്. ആ സമയത്ത് എന്തായാലും ഒരു ട്രയൽ കോർട്ടാണ്. എന്നിട്ട് ദേ ദെൻ പ്രൊസീഡ് ടു ഫയൽ എ റിവ്യൂ പെറ്റീഷൻ. അപ്പൊ ഈ 4 പേരും ഇവിടെ സുപ്രീം കോർട്ട് ഓഫ് ന്യൂഗർത്തില് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. അപ്പം ആ കേസാണ് ഇതിന്റെ അകത്ത് ഫാക്ട്സ്. അതാണ് ഈ ജോൺ ഫള്ളർ എഴുതിയ കേസ് ഓഫ് സ്പെലൻഷ്യൽ എക്സ്പ്ലോറേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെയാണ്. സുപ്രീം കോടതിയിൽ കേസ് വന്നു, അവിടെ 5 ജഡ്ജിമാര്. Upon appeal, the case is decided by a bench of 5 judges, namely Chief Justice Trapani, Justice Foster, Justice Statin, Justice Keene and Justice Handy. ഇതാണ് facts of the case. Okay. ഇനി നമുക്ക് ആദ്യം ചീഫ് ജസ്റ്റിസ് ട്രപ്പനിയുടെ ജഡ്ജ്മെന്റ് നോക്കാം. ചീഫ് ജസ്റ്റിസ് ട്രപ്പനി എന്താ ചെയ്തത്? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ചീഫ് ജസ്റ്റിസ് ട്രപ്പനി എന്ത് പറഞ്ഞു? എന്ത് വന്നാലും ഇത് എഴുതിക്കൊണ്ടു കേട്ടോ, എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഇത് എഴുതിക്കൊണ്ടു. ഒന്നും പറയാൻ പറ്റില്ല, മാർക്ക് തന്നേ പറ്റൂ. ചീഫ് ജസ്റ്റിസ് ട്രപ്പനി അപ്ഹോൾഡ്സ് ദ കൺവിക്ഷൻ. അയാൾ കൺവിക്ഷൻ അപ്ഹോൾഡ് ചെയ്തു. ഞാൻ ഇന്നലെ ഒരു കാര്യം പറഞ്ഞു, നമ്മൾ ലോവർ കോർട്ടിൽ നിന്ന് വരുന്നത് വേണ്ടാന്ന് ഹയർ കോർട്ട് പറയുന്നതിന് എന്താ പറയുക, റിവേഴ്സ് ചെയ്യുക. അതേത് തന്നെ ഓക്കെ എന്ന് പറയുന്നതാണ് അപ്ഹെൽഡ് ചെയ്യുക. കൺവിക്ഷൻ അപ്ഹെൽഡ് ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക എന്ന് പറയും. ഓക്കെ. അല്ലെങ്കിൽ ഓവർ ടേൺ ചെയ്യുക എന്നൊരു വാക്കുണ്ട്, ഓവർ റൂളിംഗ് അല്ല. ഓവർ ടേൺ ചെയ്യുക അല്ലെങ്കിൽ റിവേഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യുക. കൺവിക്ഷൻ അപ്ഹോൾഡ് ചെയ്തു എന്ന് പറഞ്ഞാൽ മറ്റേ ആ ലോവർ കോർട്ട് തൂക്കിക്കൊല്ലാൻ പറഞ്ഞത് ചീഫ് ജസ്റ്റിസ് ട്രപ്പനി ഇവിടെ അപ്ഹോൾഡ് ചെയ്തു. ഓക്കെ. അപ്ഹോൾഡ് ദ കൺവിക്ഷൻ ഓഫ് 4 accused explorers. ഇനി അയാൾ അതിന്റെ റീസൺ പറഞ്ഞ എന്താണെന്നറിയോ? So this man is a positivist. ഇയാള് ഒരു പോസിറ്റിവിസ്റ്റ്, അനലിറ്റിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇയാള് പോസിറ്റിവിസ്റ്റ്. ജെറമി ബെന്തം, ജോൺ ഓസ്റ്റിൻ, HLA ഹാർട്ട്, ഹാൻസ് കെൽസൺ, ഹോളണ്ട്, ഇവരൊക്കെ പോസിറ്റിവിസ്റ്റ് ആയിരുന്നു. അപ്പൊ പോസിറ്റിവിസ്റ്റ് മെയിൻലി എന്താ പറയുന്നത്? പോസിറ്റിവിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലോ ആസ് ഇറ്റ് ഈസ്. അതാദ്യം മനസ്സിലാക്കണേ. ലോ ആസ് ഇറ്റ് ഈസ്, അല്ലാതെ ഓട്ട് ടു ബി അല്ല. ലോ ആസ് ഇറ്റ് ഈസ് എന്നാണ് പോസിറ്റീവ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ലോ ആസ് ഇറ്റ് ഈസ്. എങ്ങനെയാണോ ലോ അങ്ങനെ, അത് എങ്ങനെ ആയിരിക്കണം, ഹൗ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ. ഓട്ട് ടു ബി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു മൊറാലിറ്റിയുടെ ഈ ഓട്ട് ടു ബി എന്ന് പറയുമ്പോഴേ മൊറാലിറ്റിയുടെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് അതിൻ്റെ അകത്ത്. പോസിറ്റിവിസ്റ്റ് പറയുന്ന മൊറാലിറ്റി ഒന്നുമില്ല. പോസിറ്റിവിസ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഇസ് എ കമാൻഡ് ബൈ ദ സോവറൈൻ which is backed by sanction. Command of the political sovereign backed by sanction. ലോ എന്ന് പറയുന്ന ഒരു കമാൻഡാണ്. ആ കമാൻഡ് ആരാ കൊടുക്കുന്നത്? സോവറൈൻ. സോവറൈൻ എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ സോവറൈൻ ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അത് പാർലമെന്റ് ആവാം, ഏത് സ്റ്റേറ്റ് ആവാം, ഗവൺമെന്റ് ആവാം. അങ്ങനെ ഒരു സോവറൈൻ അതോറിറ്റി ഉള്ള ഒരാള് ഒരു കമാൻഡ് കൊടുക്കുകയാണ്. ആ കമാൻഡ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിടിച്ച് ജയിലിൻ്റെ അകത്തിടും, അല്ലെങ്കിൽ ഫൈൻ അടിപ്പിക്കും. അതിന് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അങ്ങനെയുള്ള ഒരു കമാൻഡിനെയാണ് ലോ എന്ന് പറയുന്നത്. അല്ലാതെ ദർ ഇസ് നത്തിങ് കോൾഡ് ഗുഡ് ലോ ഓർ ബാഡ് ലോ ആസ് ഫാർ ആസ് പോസിറ്റിവിസ്റ്റ് ആർ കൺസേൺ. ഈ ലോ നല്ല ലോ ആണോ ചീത്ത ലോ ആണോ അതിനൊന്നും അവിടെ ക്വസ്റ്റ്യൻ ഇല്ല. അത് ഈ നല്ല ലോ ആണോ ചീത്ത ലോ ആണോ എന്ന് ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ വാട്ട് ഈസ് ഗുഡ് ഓർ ബാഡ് എന്ന് പറയുമ്പോൾ മോറൽസ് സ്റ്റെപ്പ് ഇൻ ചെയ്യും. ഇത് ചെയ്യുന്നത് ശരിയല്ല, കാരണം എന്താ, അതൊരു അപ്പൊ ഒരു മൊറാലിറ്റി നമ്മൾ പോലും അറിയാതെ ഒരു ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ 10 കമാൻഡ്മെന്റ്സ് എടുക്കുക. അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്, അല്ലെങ്കിൽ അന്യന്റെ സ്വത്ത് എടുക്കരുത്. എന്തുകൊണ്ടാ? നിയമം പറയുന്നുണ്ട്, അതുകൊണ്ടാണോ?
ഒരാൾ വിശ്വസിക്കുകയാണ്, ഓ അത് 10 കമാൻഡ്മെന്റ്സ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ആ നിയമം അനുസരിക്കാം, അതാണ് കമാൻഡ്മെന്റ്സ്, ദോസ് ആർ ദ കമാൻഡ്മെന്റ്സ്, 10 കൽപ്പനകൾ, അത് കേൾക്കാം, അത് പോസിറ്റീവ്. വേറൊരാൾ ചിന്തിക്കുക, അത് മാത്രമല്ല, അത് ചെയ്യുന്നത് ശരിയല്ലല്ലോ, അത് ചെയ്യുന്നതിൻ്റെ അകത്ത് അത് ശരിയാണോ, അത് അങ്ങനെ ചെയ്യുന്നത് വേർത്തൻ്റെ, അങ്ങനെ ഒരു തോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മൊറാലിറ്റി കയറി വന്നു. പോസിറ്റിവിസ്റ്റിന് മൊറാലിറ്റി ഒന്നുമില്ല. അവർ പറയുന്നത് ദിസ് ഇസ് എ കമാൻഡ്, ഇതൊരു കൽപ്പനയാണ്, അതനുസരിക്കുക, അനുസരിച്ചില്ലെങ്കിൽ ശിക്ഷയുണ്ടാവും, അതാണ് ലോ. അങ്ങനെയുള്ള കമാൻഡ് വിച്ച് ഇസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ ആണ് ലോ. അപ്പൊ ഈ ചീഫ് ജസ്റ്റിസ് ട്രംപിനെ ആ സ്കൂൾ ഓഫ് തോട്ടിൽ ബിലീവ് ചെയ്തിരുന്ന ഒരാളാണ്. സോ ഇൻ ഹിസ് ഒപ്പീനിയൻ, the trial that led to the initial conviction was a fair and just one that simply followed the route of law. അയാൾ പറഞ്ഞു ആദ്യം കൊടുത്ത കൺവിക്ഷനിൽ ഒരു കുഴപ്പമില്ല, ദാറ്റ് വാസ് ഫെയർ ആൻഡ് ജസ്റ്റ് വൺ ദാറ്റ് സിംപ്ലി ഫോളോഡ് ദ റൂട്ട് ഓഫ് ലോ. എന്താണ് റൂട്ട് ഓഫ് ലോ? നിയമത്തിന്റെ വഴിയാണ് അത് ഫോളോ ചെയ്തിരിക്കുന്നത്. ലോ എന്താണോ ആസ് ഇറ്റ് ഈസ് അത് ഫോളോ ചെയ്തു, ആ റൂട്ട് ഫോളോ ചെയ്തു. ഹി ബിഗിൻസ് സ്റ്റേറ്റിംഗ് ഹിസ് റീസൺസ് ഫോർ ഹോൾഡ്. ഏതൊരു ജഡ്ജും ഇപ്പൊ കൺവിക്ഷൻ അപ്ഹോൾഡ് ചെയ്യുമ്പോൾ കീഴ്ക്കോടതി പറഞ്ഞു അതുകൊണ്ട് ഞാൻ അംഗീകരിച്ചു എന്ന് പറയാൻ പറ്റില്ല, അവർ അതിന്റെ റീസൺ പറയണം. ഓക്കെ, ഹി ബിഗിൻസ് ബൈ സ്റ്റേറ്റിംഗ് ഫോർ ഹോൾഡിംഗ് ദ അക്യൂസ്ഡ് ഗിൽറ്റി. ഇവിടെ ഈ 4 പേരെ അയാളെ തൂക്കിക്കൊല്ലാൻ അയാൾ അഗ്രി ചെയ്തു, അപ്ഹോൾഡ് ചെയ്തു, ബൈ റീഇറ്ററേറ്റിംഗ് വാട്ട് ദ ബേസിക് സ്റ്റാറ്റ്യൂട്ട് സ്റ്റേറ്റ്. എന്താണ് സ്റ്റാറ്റ്യൂട്ട് പറയുന്നത്, നിയമം എന്താ പറയുന്നത്? whoever shall willfully take the life of another shall be punished by that. ഇതാണ് ആക്ട് പറയുന്നത്, നിയമം ഇതാണ്, അത് വായിക്കുക. അപ്പം പോസിറ്റീവ് സ്കൂളുകാർ പറയുന്നത് നോക്കുക, whoever shall willfully take the life of another shall be punished by that. ആരാണോ വേറൊരുത്തന്റെ ലൈഫ് വിൽഫുള്ളി, അറിഞ്ഞുകൊണ്ട്, വിൽഫുള്ളി എന്ന് പറഞ്ഞാൽ അവർ എടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അതായത് അറിയാതെ പറ്റുന്നതല്ല, വിൽഫുള്ളി ടേക്ക് ദ ലൈഫ്, അങ്ങനെയുള്ള ഒരാളെ ഷാൽ ബി പനിഷ്ഡ് ബൈ ഡെത്ത്. ഇവര് വിൽഫുള്ളി ചെയ്തതാണ് എന്ന് അവരെ തൂക്കിക്കൊല്ല. ദിസ് ഈസ് ആക്ച്വലി ലോ ഇസ് എ കമാൻഡ് ദാറ്റ് ഈസ് ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ലോ ആസ് ഇറ്റ് ഈസ് ഫോളോ ചെയ്യുന്ന ഒരു പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്. ഓക്കെ, ജസ്റ്റിസ് ട്രിപ്പിനി ടേക്സ് ദ വ്യൂ പോയിന്റ് ഓഫ് an exclusionary legal positivist. Okay, exclusionary and plainly states that law is to be considered as law. Law എന്താണോ അത് അങ്ങനെ തന്നെ ലോ ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇപ്പൊ നമ്മൾ ഇത് ഇപ്പൊ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലൊക്കെ പറയാന്നുണ്ടെങ്കിൽ നമ്മൾ AK ഗോപാലൻ സ്റ്റേറ്റ് ഓഫ് മദ്രാസിൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് 1950 സുപ്രീം കോർട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിലൂടെ ഒരാളുടെ ലിബർട്ടി കർട്ടൈൽ ചെയ്യുക. അപ്പൊ ദാറ്റ് ഈസ് എ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. അവിടെ അവർ ജഡ്ജിമാർ വേറെ ഒന്നും നോക്കിയില്ല. AK ഗോപാലിനെ അറസ്റ്റ് ചെയ്ത പ്രൊസീജിയർ, ഹാസ് ഹി ബീൻ കെപ്റ്റ് അണ്ടർ ഡിറ്റൻഷൻ ആസ് പെർ ദ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ? യെസ്. ആണെങ്കിൽ നത്തിങ് ക്യാൻ ബി ഡൺ. അതൊരു പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. വെദർ ദാറ്റ് പ്രൊസീജിയർ ഇസ് കറക്റ്റ്, അങ്ങനെ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. കാരണം എന്താ, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയിലൂടെ ചെയ്തോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ ഈസ് എ കമാൻഡ് given by the sovereign. അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മുകളിൽ ഇറ്റ്സ് എ സോവറിൻ, ഇറ്റ്സ് എ പൊളിറ്റിക്കൽ സോവറിൻ, അത് പറഞ്ഞാൽ അത് അനുസരിക്കുക. അല്ലാതെ ഇനി അതിന്റെ മുകളിൽ കയറി ഈ പ്രൊസീജിയർ ശരിയാണോ, അയാളെ അങ്ങനെ പിടിക്കുന്നത് ശരിയാണോ, അങ്ങനെയൊന്നും, അങ്ങനെ ചെയ്യുന്നവർ പോസിറ്റിവിസ്റ്റ് സ്കൂളിൽ ബിലോങ് ചെയ്യുന്നവരല്ല. ഓക്കെ, പിന്നീട് മേനകാ ഗാന്ധിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ വന്നിട്ട് അതിനെ ആ പ്രൊസീജിയർ ശരിയാണോ, ആ പ്രൊസീജിയർ ഫെയർ ആണോ, ആ പ്രൊസീജിയർ ജസ്റ്റ് ആണോ, അത് റീസണബിൾ ആണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് അത് വേറെ ഒരു സ്കൂൾ ഓഫ് തോട്ടിലേക്ക് അത് മാറി. അപ്പം ഇങ്ങനെ അതിൻ്റെ അകത്ത് ലിറ്ററലി പറഞ്ഞത് മാതിരി അതിന്റെ ആ മറ്റേത് എന്തായിരുന്നു, ആ ഡോക്ട്രിൻ ഓഫ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയും മറ്റേത് എന്തായിരുന്നു, ഞാനത് എപ്പോഴും മറക്കും, അത് എന്തായിരുന്നത്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം? മറ്റേത് ആ എന്തായിരുന്നു, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയും റൂൾ ഓഫ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറയുന്നത് നിങ്ങൾ മറക്കരുത്. അപ്പൊ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോയിൽ നിന്ന് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് പോയി ഇന്ത്യൻ ലീഗൽ സിസ്റ്റം. അതിലേക്ക് അതൊരു ഷിഫ്റ്റ് ഫ്രം പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു നാച്ചുറൽ ലോ സ്കൂൾ വന്നത്. എന്നാള് ലോകൽമാൻ്റെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി അത് നികിത് തെറ്റായിട്ട് അത് പറഞ്ഞത്. അയാളത് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ആണ് മേനകാ ഗാന്ധി എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങൾ മനസ്സിലാക്കണം, അത് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് ഷിഫ്റ്റായി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് എന്തുകൊണ്ടാണ് നോബഡി ഷാൽ ബി ലൈഫ് എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന് എഴുതിയത്, ബൈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് എഴുതാതിരുന്നത്? ഇത് രണ്ട് ഫിലോസഫീസ് ആണ്.
അപ്പൊ ഇത് ഭയങ്കരമായ ഡിബേറ്റ് നടന്നു. ടു എ സർട്ടൺ എക്സ്റ്റെൻഡ് ഈവൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിനെയാണ് സപ്പോർട്ട് ചെയ്തിരുന്നത്. കാരണം ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിന് എന്താ പ്രത്യേകത എന്നറിയോ? ഈ ഡ്യൂ പ്രോസസ് ഓഫ് ലോ ജഡ്ജിമാർക്ക് കുറച്ച് പവർ കൊടുക്കുന്ന ഒരു സാധനമാണ്. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റ് എന്ത് പറഞ്ഞോ അത് അതേപടി അനുസരിക്കുക. ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജഡ്ജിമാർക്ക് ഒരു ചെറിയൊരു വെയിറ്റേജ് വരുന്നുണ്ട്. അപ്പോൾ ജഡ്ജിമാർക്കൊരു ഇപ്പൊ അതല്ലേ അവർ ചെയ്തത് മേനകാ ഗാന്ധിയിൽ. ആ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ ഫെയർ ആണോ റീസണബിൾ ആണോ എന്നൊക്കെ നോക്കണം എന്ന് പറഞ്ഞപ്പോഴേക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോയിൽ നിന്ന് ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് അത് പോയി. പക്ഷെ അന്ന് അത് ഈ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ ഇതൊക്കെ പറഞ്ഞെങ്കിലും എഴുതിയില്ല ഇതിൻ്റെ അകത്ത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനീഷ്യൽ ബഡ്ഡിങ് സ്റ്റേജ് ആയതുകൊണ്ടും സുപ്രീം കോടതി ജഡ്ജസ് ആകെ 5 or 6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അംബേദ്കർ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിനെ ഫേവർ ചെയ്തെങ്കിലും അധികം പേർക്ക് അത് സപ്പോർട്ട് കിട്ടിയില്ല. കാരണം അംബേദ്കറിന് തന്നെ ഈ എന്താ പറയാ ഈ പാർലമെന്റിന്റെ അത്രയും കുറച്ചൊരു ലിബർട്ടി അവർക്ക് ആ ഒരു ഡിസ്ക്രിഷണറി പവർ കിട്ടും ജഡ്ജസിന്. ഡ്യൂ പ്രോസസ് ഓഫ് ലോ ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരികയാണ് അല്ലെങ്കിൽ ഡിറ്റൻഷനിൽ കൊണ്ടുവരികയാണ്. അപ്പം ജഡ്ജിമാർക്ക് ആ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന് എഴുതി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അവർക്ക് ആ ഒരു ഡിസ്ക്രിഷൻ വരും. അത് ഇത് ഫെയർ ആണോ ജസ്റ്റ് ആണോ എന്നൊക്കെ നോക്കാൻ. അല്ലെങ്കിൽ അവർ ആ പ്രൊസീജിയർ ഫോളോ ചെയ്തിട്ടുണ്ടോ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഇത് ചെയ്യേണ്ടി വരും. അപ്പം ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ് ബൈ ലോ എന്ന ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് പോയി അൾട്ടിമേറ്റ്ലി നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി. അത് ശരിക്കും ആക്ച്വലി ഇവിടെ സംഭവിച്ചത് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിൽ നിന്നൊരു നാച്ചുറൽ ലോ സ്കൂൾ ഫിലോസഫിയിലേക്ക് ഇന്ത്യൻ ലീഗൽ സിസ്റ്റം മാറി. പിന്നെ പണ്ട് 7 ജഡ്ജിമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സുപ്രീം കോടതി ജഡ്ജസ്. അത് മാത്രമല്ല വേറെ ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഡിബേറ്റിൽ വന്ന വേറൊരു കാര്യം, അമേരിക്കൻ സിസ്റ്റത്തിൽ ജഡ്ജിമാർ അത് മിസ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതായത് പാർലമെന്റ് എന്ത് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവരത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ്, അത് ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയും അവിടെ. അപ്പൊ ജഡ്ജസിന് ഒരു പവർ കൂടുതൽ വരാൻ തുടങ്ങി. അതുകൊണ്ടൊക്കെയാണ് ആ ശരിക്കും പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് എഴുതിയത്. അപ്പൊ അത് മനസ്സിലാക്കുക, പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ആൻഡ് ഡ്യൂ പ്രോസസ് ഓഫ് ലോ ദീസ് ബിലോങ്സ്. അതിന് 2 സ്കൂൾ ഓഫ് ഫിലോസഫിയാണ്. നിങ്ങൾ എന്താ പറയാ മറ്റേ JN പാണ്ഡെയുടെ ബുക്ക് എടുത്ത് വായിച്ചു പോയി കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കുറച്ചൊക്കെ ബ്രീഫ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഇതിനെപ്പറ്റി. നിങ്ങൾ ആ മേനകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ വായിക്കുക, AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ആ വ്യത്യാസം കാണാൻ പറ്റും, ആ ഷിഫ്റ്റ് വന്നത്. ഓക്കെ, അപ്പൊ അതും നിങ്ങൾക്ക് എഴുതാം. പോസിറ്റിവിസ്റ്റ് നാച്ചുറൽ ലോ സ്കൂൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ആ ഒരു കേസിലോ എഴുതാം. അത് എഴുതണം കേട്ടോ. അതായിരുന്നു ഉണ്ണിമയുടെ മറ്റേ പ്രസന്റേഷൻ നാച്ചുറൽ ലോ സ്കൂളിൽ. states that law is considered as law and the language of the statute അതാണ് പോസിറ്റിവിസ്റ്റിന്റെ ഒരു പ്രത്യേകത. അതാണ് ലാംഗ്വേജ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട് എന്താണോ അത് ഫോളോ ചെയ്യുക. അതിന്റെ മുകളിൽ കിടന്ന് വെറുതെ ഇന്റർപ്രിട്ടേഷൻ അത് എന്ന് പറഞ്ഞ് കളിക്കരുത്. The language of the statute is such that it does not permit any exceptions whatsoever. അതിന്റെ മുകളിൽ ഇനി വേറെ എക്സെപ്ഷൻ ഒന്നുമില്ല. So he believed that there was no choice but to uphold the conviction. In this way he was a positivist. He as a positivist shows complete and utmost regard for the law. അവരങ്ങനെ ബിലീവ് ചെയ്യുന്നു. അതായത് ലെജിസ്ലേച്ചർ എന്ത് പറഞ്ഞോ അതിന്റെ മുകളിൽ ഇനി വേറെ ഒന്നും ചിന്തിക്കാതെ അവരെന്ത് പറഞ്ഞോ അത് ചെയ്യുക. ലോ ആസ് ഇറ്റ് ഈസ്, നോട്ട് ലോ ഓട്ട് ടു ബി. അത് എങ്ങനെ ആയിരിക്കണം, ഇത് ശരിയല്ലല്ലോ, ഇത് മോറലി ഇത് കറക്റ്റ് ആണോ, അതൊന്നും പോസിറ്റിവിസ്റ്റുകാർ അതൊന്നും ചിന്തിക്കില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് ദേ ഡോണ്ട് ബിലീവ് ഇറ്റ്. അത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ ശരി തെറ്റൊന്നുമില്ല. അത് ലെജിസ്ലേച്ചർ പറഞ്ഞാൽ ചെയ്യുക, അത്രേ ഉള്ളൂ. പണ്ടത്തെ ജഡ്ജിമാരെല്ലാവരും അങ്ങനെയായിരുന്നു, 1950s ഉള്ള ജഡ്ജിമാര്. ഇനി ജഡ്ജ്മെന്റ് ഓഫ് ഓക്കെ ദാറ്റ് സെഡ്. പക്ഷെ അയാൾ അവിടെ നിർത്തിയില്ല. കാരണം വെച്ചാൽ ഇതൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴും അയാൾ എന്ത് ചെയ്തു എന്ന് പറയാം, ദാറ്റ് സെഡ് ഹി വാസ് സിമ്പത്തറ്റിക് ടുവേർഡ്സ് ദ അക്യൂസ്ഡ്. അയാൾക്ക് അക്യൂസ്ഡിനോട് ഒരു സിമ്പതി തോന്നി. ആൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ് അൺലൈക്ക് ദ ജഡ്ജസ് ദ ചീഫ് എക്സിക്യൂട്ടീവ് ഇസ് നോട്ട് ബൗണ്ട് ബൈ ലോ. ഇതാണ് അവരുടെ അങ്ങനെ ഈ പോസിറ്റിവിസ്റ്റുകാർ പറയുന്നത് എന്താണെന്ന് അറിയാം, ഞങ്ങളുടെ കൈകൾ അവർ ഹാൻഡ്സ് ആർ ടൈഡ്. കാരണം എന്താ, നമുക്ക് ഈ ലോയിന്റെ ലെജിസ്ലേച്ചർ പറഞ്ഞ് ഇതിന്റെ അകത്ത് നിന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എക്സിക്യൂട്ടീവിന് പവർ ഉണ്ടല്ലോ, പ്രസിഡന്റിന് പാർഡൻ ചെയ്യാൻ പവർ ഉണ്ടല്ലോ. അപ്പൊ എക്സിക്യൂട്ടീവ് ഇസ് നോട്ട് ബൗണ്ട് ബൈ ലോ ആൻഡ് ഹാസ് കംപ്ലീറ്റ് പവർ ടു പാർഡൻ. ഇപ്പൊ പ്രസിഡന്റ് വിചാരിക്കുകയാണെങ്കിൽ ഒരാളെ പാർഡൻ ചെയ്യാൻ പറ്റും, അയാൾക്ക് അതിനുള്ള പവർ ഉണ്ട്. ഓഫ് കോഴ്സ് അത് താഴത്തുനിന്ന് ഹോം മിനിസ്റ്ററിന്ന് എഴുതി വരണം. എന്നാലും എക്സിക്യൂട്ടീവിന് പവർ ഉണ്ടല്ലോ, ഞങ്ങളെ മാതിരി അല്ലല്ലോ നിങ്ങൾ. So he suggests that the chief executive can be instructed to exercise clemency. ഇവർക്ക് clemency കൊടുക്കണം. Given the circumstances of this case to mitigate the rigors of law. അപ്പൊ ആക്ച്വലി അയാൾക്ക് ചെയ്യണം താല്പര്യമുണ്ട്. പക്ഷെ അയാൾ ഒരു പോസിറ്റിവിസ്റ്റ് ആയതുകൊണ്ടും ലോ ആസ് ഇറ്റ് ഈസ് ചെയ്യണം എന്നാൽ വിശ്വസിക്കുന്നതുകൊണ്ടും അയാള് കൺവിക്ഷൻ അപ്ഹോൾഡ് ചെയ്തിട്ട് അയാൾക്ക് ആ സിമ്പതി കാരണം അയാൾ പറഞ്ഞ എക്സിക്യൂട്ടീവിന് വേണമെങ്കിൽ
ക്ലെമൻസി കൊടുക്കാം, അവരെ പാഠം ചെയ്ത് ഈ സർക്കംസ്റ്റാൻസസ് ഓഫ് ദ കേസ് നോക്കി ടു മിറ്റിഗേറ്റ് ദ റിഗേഴ്സ് ഓഫ് ലോ, ഈ ലോയുടെ റിഗേഴ്സ് ഒന്ന് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ക്ലെമൻസി കൊടുക്കണം എന്നുള്ളത് അയാൾ പറഞ്ഞു. The clemency is essentially an act of mercy towards a criminal by someone in an authoritative position at their own discretion. It is the process by which a governor, president, or in this case the chief executive reduces the, അതായത് അത് നിങ്ങൾക്ക് അറിയാലോ എന്താ ക്ലെമൻസി എന്നുള്ളത്. അതായത് പ്രസിഡന്റോ ഗവർണറോ അവരുടെ അധികാരം ഉപയോഗിച്ച് ഡിഫൻഡന്റിന്റെ അയാളെ പാഠം ചെയ്യാണ്. തൂക്കിക്കൊല്ലാനാണെങ്കിൽ അത് കമ്മ്യൂട്ട് ചെയ്ത് ഡെത്ത് സെന്റൻസ് കമ്മ്യൂട്ട് ചെയ്ത് ചിലപ്പോൾ വല്ല ലൈഫോ അങ്ങനെ വേറെ എന്തെങ്കിലും രീതിയിലാക്കും. അപ്പം ഇതായിരുന്നു ചീഫ് ജസ്റ്റിസ് ട്രിഫിനിയുടെ ജഡ്ജ്മെന്റ്. ഓക്കെ, ഇനി അടുത്ത ആൾ ജഡ്ജ്മെന്റ് ഓഫ് ജസ്റ്റിസ് ഫോസ്റ്റർ. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ ഇതുവരെ പറഞ്ഞാല്? ഇല്ല. ഇതിന്റെ അകത്ത് ഞാനിപ്പോ ഇത് പറഞ്ഞപ്പോ വേറൊരു കാര്യം കൂടെ പറയാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നൊരു സംഭവം. ഇയാൾ ഇതിന്റെ അകത്ത് പറഞ്ഞല്ലോ അങ്ങനെ സിമ്പത്തറ്റിക് ആയി ഇതിനോട്. ഞാനൊരു സിമിലർ സിറ്റുവേഷൻ ഞാൻ വായിച്ചത് പറയാം. ഗാന്ധിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു, അയാൾ എന്തോ ലോ ബ്രേക്ക് ചെയ്തു, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റിന്റെ സമയത്ത് എന്തോ ലോ ബ്രേക്ക് ചെയ്ത് ഇയാളെ പോലീസുകാർ കൊണ്ടുവന്ന് കോടതി കയറ്റിയപ്പം ഇംഗ്ലീഷ് ജഡ്ജസിനൊക്കെ ഇയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഗാന്ധിനെ. കാരണം വെച്ചാൽ ഇംഗ്ലീഷ് ജഡ്ജസ് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ആൾക്കാരായിരുന്നു അന്നത്തെ ആൾക്കാരൊക്കെ. ഈ ലോർഡ് ജസ്റ്റിസ് എന്നൊക്കെ പറയുന്ന പ്രിവി കൗൺസിൽ ജഡ്ജിമാരൊക്കെ നല്ല വിവരമുള്ള ആൾക്കാരായിരുന്നു അവരൊക്കെ സത്യം പറഞ്ഞാൽ ലോർഡ് ജസ്റ്റിസ് എന്നൊക്കെ വിളിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പം ഗാന്ധി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. അപ്പൊ നമ്മളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ആദ്യം ഒരു ചോദ്യം ചോദിക്കുമല്ലോ, നിങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന്. അപ്പൊ നമ്മുടെ അടുത്ത് വക്കീൽ എന്താ പറയാം, ഇപ്പൊ ഞാനൊരു കളവ് ചെയ്തു, ഒരു തെഫ്റ്റ് ചെയ്തു, അപ്പം എന്നെ കോടതിയിൽ ഹാജരാക്കി. അപ്പൊ നമുക്ക് ജഡ്ജി പറഞ്ഞു തരും, നിങ്ങൾ പറയണത് നോട്ട് ഗിൽറ്റി പ്ലീഡ് ചെയ്യണം എന്ന് പറയും. പ്ലീഡ് നോട്ട് ഗിൽറ്റി എന്നാ പറയാ. അപ്പൊ ജഡ്ജി ചോദിക്കും, നിങ്ങൾ കളവ് കട്ടിട്ടുണ്ടോ? അപ്പൊ ഞാൻ പറയും ഇല്ല. അപ്പോഴാണ് ട്രയൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് അറിയോ? അതായത് നമ്മളെ ഇപ്പൊ പിടിച്ചോണ്ട് വന്നു കഴിഞ്ഞാല് നിങ്ങൾ കട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ കൊന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ കട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ പറയണം നോ, ഞാൻ ചെയ്തിട്ടില്ല, അത് നിഷേധിക്കണം. അല്ലാതെ ശരിയാട്ടോ ഞാൻ കട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ പിന്നെ ട്രയലൊന്നുമില്ല, കൺവിക്ഷനായി. അപ്പം നമ്മൾ പ്ലീഡ് ചെയ്യണം അവിടെ നോട്ട് ഗിൽറ്റി, നോ ഐ ആം നോട്ട് ഗിൽറ്റി, ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ട് പിന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നെയാണ് ഈ പരിപാടികളെല്ലാം. ഡിഫൻസ് കൗൺസിൽ, പബ്ലിക് പ്രോസിക്യൂട്ടർ, അത് ഇതൊക്കെ വന്ന് അവസാനം ജഡ്ജ്മെന്റ് എഴുതും. ഗാന്ധി അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നു. ഗാന്ധിയുടെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? അയാളാന്ന് പറഞ്ഞു. കാരണം അയാൾ കളവ് പറയില്ല. യെസ് ഐ ഹാവ് ബ്രോക്കൺ ദ ലോ. ഇയാളാകെ ധർമ്മസങ്കടത്തിലായിപ്പോയി ഈ ജഡ്ജ്. കാരണം അയാൾക്ക് ആക്ച്വലി ബ്രിട്ടീഷുകാർ എന്താ ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്ന് നമ്മളെല്ലാവരെയും ഭരിക്കുകയാണ്. അപ്പൊ ആ ലോയിനെയാണ് ഗാന്ധി ബ്രേക്ക് ചെയ്യുന്നത്. അയാൾ എല്ലാ ലോവും ബ്രേക്ക് ചെയ്യുമല്ലോ, സോൾട്ട് ലോ ബ്രേക്ക് ചെയ്യും, സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പം നിങ്ങൾ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? അയാൾ പറഞ്ഞു യെസ് ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അയാൾക്ക് ഒരു ഭയങ്കര വിഷമം, ഇയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ. അപ്പൊ എന്നിട്ട് ഇയാളെ കൺവിക്ട് ചെയ്ത് ജയിലിലേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് പറഞ്ഞു വിട്ടതിന്റെ ശേഷം അയാൾ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി, if her majesty would find it to leave you, nobody would be better pleased than I. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അയാൾ അതിന്റെ അകത്ത് എഴുതി. അതായത് മാജസ്റ്റി, അതായത് ക്വീൻ, അന്ന് ക്വീനാണല്ലോ ഏറ്റവും ടോപ്പിൽ. അവർക്ക് ദയ തോന്നി നിങ്ങളെ വെറുതെ വിടാൻ അവർക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്റെ അത്രയും വേറെ ആരും സംതൃപ്തരായിരിക്കില്ല. അതായത് അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ലോ ആസ് ഇറ്റ് ഈസ് അവർ ഫോളോ ചെയ്യാണ്. എന്താണോ നിയമം പറയുന്നത് അത് അതേമാതിരി അവർ ഫോളോ ചെയ്യും. ആക്ച്വലി അവർക്ക് അതിനോട് താല്പര്യം ഉണ്ടാവില്ലായിരിക്കും. അതാണ് ഇപ്പൊ ഇവിടെ ചീഫ് ജസ്റ്റിസ് ട്രിഫിനിക്ക് ഉണ്ടായത്. അവർ ആ നിയമം എന്താണോ പറയുന്നത് അത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പം അവർക്ക് തന്നെ തോന്നുന്നുണ്ടാവും, ഇത് മോറലി ഇത് കറക്റ്റ് അല്ലല്ലോ, നമ്മൾ എന്തായി ചെയ്യുന്നത്, നമ്മൾ ഇവിടെ വന്ന് ഇവരെ ഭരിക്കുക. എന്നിട്ട് ആക്ച്വലി ആ ഒരു ഡിക്റ്റേറ്റർഷിപ്പിന് അഗെയിൻസ്റ്റ് ആണ് അയാൾ ആ ലോ ബ്രേക്ക് ചെയ്ത്. പക്ഷെ രാജ്യത്തെ നിയമം അതാണ്. അപ്പൊ അവരത് ഇയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടുമ്പോൾ അയാൾ അങ്ങനെ ഒരു സെന്റൻസ് എഴുതി, മാജസ്റ്റിക്ക് നിങ്ങൾ എന്തെങ്കിലും ദയ തോന്നി നിങ്ങളെ വെറുതെ വിടുകയാണെന്നുണ്ടെങ്കിൽ നോബഡി വുഡ് ബി ബെറ്റർ പ്ലീസ് ദാൻ ഐ. അപ്പൊ അതേമാതിരിയാണ് ഇയാളും പറയുന്നത്, നിയമം ഫോളോ ചെയ്യുക, അത് നോക്കുന്ന സമയത്ത് ലിറ്ററലി ആസ് പെർ ലോ അവരെ തൂക്കിക്കൊല്ലണം. പക്ഷെ ഗവർണർക്കോ പ്രസിഡന്റിനോ അതിനുള്ള അധികാരം ഉണ്ടെങ്കിൽ അവരെ വെറുതെ വിടുക. ഓക്കെ, ഞാനത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. ജഡ്ജ്മെന്റ് ഓഫ് ജസ്റ്റിസ് ഫോസ്റ്റർ എന്താ പറയുന്നത്, അയാൾ ഓവർടേൺ ചെയ്തു. ഓക്കെ, ഇതൊരു നേരത്തെ കൺവിക്ഷൻ വന്നു, ഇവിടെ റിവേഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഓവർടേൺ. ഫോസ്റ്റർ ഓവർടേൺ ദ ഇനീഷ്യൽ ജഡ്ജ്മെന്റ്. ആദ്യത്തെ ജഡ്ജ്മെന്റിനെ ഓവർടേൺ ചെയ്ത് അക്വിറ്റ് ദ അക്യൂസ്ഡ്, ഇയാളെ വെറുതെ വിട്ടു, അക്വിറ്റ് ചെയ്തു. എന്നിട്ട് ഹി വാസ് എ നാച്ചുറൽ ലോ തിയറിസ്റ്റ്. ഇനി ഇതിന്റെ റീസണിങ് പറയണം. ആൻഡ് ഹെൻസ് ടേക്സ് ദാറ്റ് അപ്രോച്ച് ടു ജസ്റ്റിഫൈ ഹിസ് ഡിസിഷൻ. അപ്പൊ
അപ്പോൾ ഇവര് ഓരോ ജഡ്ജിമാരും ഇപ്പോൾ ഒരു ഡിസിഷൻ ഇപ്പം ഏത് ജഡ്ജും അവരുടെ ഒരു ഇപ്പോൾ മൈനോറിറ്റി ജഡ്ജ്മെന്റ്സ് ആണെങ്കിൽ ഇപ്പോൾ ഈവൻ ഇപ്പോൾ ശബരിമല കേസിൽ ഇന്ദു മൽഹോത്രയുടെ ജഡ്ജ്മെന്റ് എടുത്താൽ അവർക്ക് ഒരു റീസണിങ് ഉണ്ടാവും, എന്തെങ്കിലും റീസണിങ് അവർ കൊടുത്തിട്ടുണ്ടാവും. അതെന്താ ഡേറ്റി എന്തോ ലീഗൽ പേഴ്സൺ ആണ്, അതിനെന്തോ കുറെ റൈറ്റ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അവർ എന്തൊക്കെയോ ജഡ്ജ്മെന്റ് അവർ അതിൻ്റെ അകത്ത് അതിന് ആർഗ്യൂ ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ കമ്പനി ലീഗൽ റൈറ്റ് അവര് ലീഗൽ പേഴ്സൺ ആയ മാതിരി അവിടുത്തെ ആ എന്താ ഡിറ്റിക്ക് എന്തൊക്കെയോ റൈറ്റ്സ് എന്തെങ്കിലും റീസണിങ് അവർ കൊടുക്കണം, അല്ലാതെ എഴുതാൻ പറ്റില്ല. അപ്പം ഹി ടേക്സ് ദാറ്റ് അപ്രോച്ച് ടു ജസ്റ്റിഫൈ ഹിസ് ഡിസിഷൻ. അപ്പം അയാൾ ബിലീവ് ചെയ്യുന്നത് നാച്ചുറൽ ലോ സ്കൂളിലാണ്. അപ്പൊ ഇനി അയാൾ അതിനെ എങ്ങനെ ഡിസൈഡ് ചെയ്തു എന്നുള്ളത് നോക്കാം. ചീഫ് ജസ്റ്റിസ് ഫോസ്റ്റർ വാസ് ക്രിട്ടിക്കൽ ഓഫ് ചീഫ് ജസ്റ്റിസ് ട്രപ്പനീസ്. അയാൾ ചീഫ് ജസ്റ്റിസ് മറ്റേയാളുടെ ഇതിനെ അയാൾ എതിർത്തു, ചീഫ് ജസ്റ്റിസിന്റെ ഇതിനെ അയാൾ എതിർത്തു. അയാൾ എങ്ങനെയാ എതിർത്തത്? അയാൾ സമ്മതിച്ചില്ല. Critical of Chief Justice Tripani's logical positivist approach, as he believed in the maxim, ഇത് റോമൻ maxim ആണ്, cessante ration legis cesset et ipsa lex. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അയാൾ ബിലീവ് ചെയ്ത മാക്സിം ഇതാണ് നാച്ചുറൽ ലോ സ്കൂൾ. ഇത് നാച്ചുറൽ ലോ സ്കൂൾ എന്താണെന്ന് മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാവുള്ളൂ, മറ്റേത് മനസ്സിലാക്കാൻ കുറച്ചും കൂടെ എളുപ്പമാണ് കേട്ടോ. വിച്ച് ട്രാൻസ്ലേറ്റ്സ് ടു വെൻ ദ റീസൺ ഫോർ എ ലോ സീസസ് ടു എക്സിസ്റ്റ് ദ ലോ ഇറ്റ്സെൽഫ് സീസസ്. അപ്പൊ ഇവര് ഈ സുപ്രീം കോടതി ജഡ്ജസ് ഒക്കെ ഇവര് എസ്പെഷ്യലി പണ്ടത്തെ ഇംഗ്ലീഷ് ജഡ്ജസ് ഒക്കെ ടോർട്ട് ലോയിലും മറ്റേ സിവിൽ കേസസിലൊക്കെ അവർ ഓരോ റീസണിങ് കൊടുക്കുമ്പോഴേ ക്രിമിനലിൽ എന്ത് വന്നാലും ഇന്റൻഷൻ ഇല്ല, മെൻസറി ഇല്ല എന്നൊക്കെ തന്നെ അവസാനം ഉണ്ടാവുള്ളൂ. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ കേസസിലും പിന്നെ സിവിൽ ലോ കേസസിലൊക്കെ ചിലപ്പം ആ റീസണിങ് നല്ല അത് വായിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വായിക്കാൻ നല്ല രസമുണ്ടാവും. അപ്പം ഇവർ കൊടുക്കുന്ന റീസണിങ് എല്ലാം ഇവർ ഏതെങ്കിലും മാക്സിമിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ അകത്ത് പറഞ്ഞത് വെൻ റീസൺ ഫോർ എ ലോ സീസസ് ടു എക്സിസ്റ്റ് ദ ലോ ഇറ്റ്സെൽഫ് സീസസ്. എന്താണ് അതിന്റെ അർത്ഥം? ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ ലോ സ്കൂൾ മനസ്സിലാക്കണം. അതായത് അയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോ ആസ് ഇറ്റ് ഈസ് അല്ല, ആ ലോ തന്നെ ഇല്ലാതായിരിക്കുന്നു. ലോ ഇറ്റ്സെൽഫ് സീസസ്. എപ്പോഴാണ് ലോ സീസ് ചെയ്യുന്നത്? ലോ ഇറ്റ്സെൽഫ് സീസസ് when the reason for a law ceases to exist. Law is there for a reason. Okay, this essentially means that we have law for a reason. നമ്മളൊരു നിയമം കൊണ്ടുവരുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടാവും. Once the reason disappears, the law disappears as well. അതാണ് ഈ സെസാൻഡെ റാഷൻ ലെജിസ് സെസറ്റ് അറ്റ് ഇറ്റ്സ് ലെക്സ്. ലെജിസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോ. സെസാൻഡെ സീസ് ചെയ്യുക. ലോ സീസ് ചെയ്യുന്നത് എപ്പോഴാണ്? സെസാറ്റ് അറ്റ് ഇറ്റ്സ് ലെക്സ്. അതിന്റെ റീസൺ തന്നെ ഇല്ലാതായി കഴിയുമ്പോൾ ആ ലോ തന്നെ ഇല്ലാതാവും. സോ ലോ ഈസ് ദെയർ ഫോർ എ റീസൺ. ആ റീസൺ ഡിസപ്പിയർ ചെയ്യുന്ന സമയത്ത് ലോ തന്നെ ഡിസപ്പിയർ ചെയ്യും. ദിസ് ജസ്റ്റിഫിക്കേഷൻ ബിഹൈൻഡ് ദ ലോസ് എക്സിസ്റ്റൻസ് is contrary to the positivist view which states that law is self-contained. ഇവിടെയാണ് ആ സംഭവം മുഴുവൻ കിടക്കുന്നത്. അതായത് പോസിറ്റിവിസ്റ്റിക്ക് ഇത് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പോസിറ്റീവ് മറ്റവരുടെ തിയറീസ് മനസ്സിലാവണം. ഈ ലോ ഈസ് പോസിറ്റിവിസ്റ്റുകാർ പറയുന്നത് ലോ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ് എന്നാണ്. അതായത് രണ്ട് ടൈപ്പ് ലോസ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാത്തത് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. രണ്ട് ടൈപ്പ് ലോസ് ഉണ്ട്. ഹ്യൂമൻ മെയ്ഡ് ലോസ് ആൻഡ് ഗോഡ് മെയ്ഡ് ലോസ്. ഡിവൈൻ ലോസ്, അതായത് ഗോഡ് മെയ്ഡ് ലോസ് അല്ലെങ്കിൽ ഡിവൈൻ ലോസ് എന്ന് പറയും. മറ്റേത് ഹ്യൂമൻ മെയ്ഡ് ലോസ്. ഹ്യൂമൻ മെയ്ഡ് ലോസ് എന്ന് പറയുന്നതാണ് ഈ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച്. ലോ ഈസ് സെൽഫ് കണ്ടെയ്ൻഡ്. ലോ ഈസ് എ കമാൻഡ് ബൈ ദ പൊളിറ്റിക്കൽ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ. അത് സെൽഫ് കണ്ടെയ്ൻഡ്. ഇനി ഇതിന്റെ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്നാണ് പോസിറ്റിവിസ്റ്റുകാർ പറയുന്നത്. സോവറിൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യുക. മറ്റവരങ്ങനെയല്ല. നാച്ചുറൽ ലോ സ്കൂൾ അങ്ങനെയല്ല. ദർ ഈസ് എ ഹയർ തിങ്. ദർ ഈസ് സംതിങ് ദാറ്റ് ഈസ് ഹയർ, സംതിങ് ദാറ്റ് ഈസ് ഡിവൈൻ, who has to validate ഇതിനെ, അതായത് ഹ്യൂമൻ മെയ്ഡ് ലോസിനെ വാലിഡേറ്റ് ചെയ്യുന്ന ഒരു ഹയർ സംഭവം ഉണ്ട്. ആ ഹയർ സംഭവം വാലിഡേറ്റ് ചെയ്യുമ്പോൾ മാത്രമേ ഈ ഹ്യൂമൻ ലോസിന് പ്രസക്തിയുള്ളൂ. അതിന്റെ വാലിഡിറ്റി, അതിന്റെ ആ ഒരു സിഗ്നേച്ചർ ഇല്ല എന്നുണ്ടെങ്കിൽ, ആ ഹയർ തിങ്ങിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വരുന്നത് എങ്കിൽ ആ ലോ അല്ലാതെയാവും. മനസ്സിലായില്ല? അപ്പൊ എന്താണ് ഈ ഹയർ തിങ്? എന്താണ് ഈ ആക്ച്വലി അത് മൊറാലിറ്റിയാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ എന്താ പറയാ ഗോഡ് മെയ്ഡ് ലോസ് അല്ലെങ്കിൽ ഡിവൈൻ ലോസ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്?
എന്തുകൊണ്ടാണ് അതിനെ ഇപ്പൊ ഇതിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ നാളെ പറഞ്ഞു. മാർട്ടിൻ ലൂതർ കിങ്ങിനെ പിടിച്ച് ജയിലിലിട്ടപ്പോൾ അയാൾ പറഞ്ഞു ഇത് ലോയേ അല്ല, ദിസ് ഇസ് നോട്ട് ഈവൻ ലോ. ബിക്കോസ് നിങ്ങൾ ഈ ഒരാളുടെ സ്കിന്നിന്റെ കളർ വെച്ചിട്ട് നിങ്ങൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് നോട്ട് ഫെയർ ആൻഡ് റീസൺ. ദിസ് ഇസ് ദ ഹയർ തിങ്, ദിസ് ഇസ് എന്താ പറയാ ഇൻ കോൺട്രവെൻഷൻ അല്ലെങ്കിൽ കോൺട്രഡിക്ടറി ടു മൊറാലിറ്റി. ഇത് മൊറാലിറ്റിക്ക് തന്നെ ഇത് വിരുദ്ധമാണ്. അപ്പൊ ഇതിന് എന്താ പറയാ ആ ഒരു ഡിവൈൻ സാങ്ഷൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാങ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ദിസ് ഇസ് നോട്ട് ലോ അറ്റ് ഓൾ. ബിക്കോസ് ലോ എക്സിസ്റ്റ് ഫോർ എ റീസൺ. ഇതിൽ നിങ്ങൾക്ക് അതിനുള്ള അതുകൊണ്ട് ഇത് ലോയേ അല്ല, അതുകൊണ്ട് ഞാൻ ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്നാണ് അയാൾ പറഞ്ഞത്. അപ്പൊ എന്താണ് ഈ ഡിവൈൻ? ഇപ്പൊ ഒരു ഹ്യൂമൻ മെയ്ഡ് ലോസ്, മറ്റേത് ആ ലോസിന് മറ്റേത് ഹ്യൂമൻ മെയ്ഡ് ലോസ് തന്നെയാണ്. പക്ഷെ ആ ഹ്യൂമൻ മെയ്ഡ് ലോസിന് ഒരു ഹയർ അതോറിറ്റിയുടെ ഒരു സാങ്ഷൻ വേണം, അതായത് സംതിങ് ദാറ്റ് ഈസ് ഹയർ. അപ്പൊ ഒരു ഡിവിനിറ്റി, ഒരു ഗോഡിന്റെ സാങ്ഷൻ ഉണ്ട്, ഗോഡിന്റെ ഒരു സിഗ്നേച്ചർ ഉണ്ട്. അത് അങ്ങനെ ആ ഒരു അപ്രൂവൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ലോ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണ് ആ ഒരു മൊറാലിറ്റി എവിടെ നിന്നാണ് വരുന്നത്? എന്തുകൊണ്ടാണ് ഇതിന്റെ ഡിവൈൻ ലോസ് എന്ന് പറയുന്നത്? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാമോ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവുന്നേ? അല്ല, ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ ചോദിച്ചത് ആരാണ് ഇത് തീരുമാനിക്കുന്നത് ഇതിന്റെ അകത്ത്? ഇത് ഒരു സംഭവം അത് മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത് എവിടുന്ന, ഹൂ ഡിസൈഡ്സ് ഇറ്റ്? ഇപ്പൊ ഇതിന്റെ അകത്ത് ഇത് ഡിവൈൻ ആണ്, ഇത് ആരത് തീരുമാനിക്കുന്നത്? ഹ്യൂമൻ മെയ്ഡ് ലോസ് ആണ്. ഹ്യൂമൻ മെയ്ഡ് ലോസിന് ആ ഹയർ തിങ്ങിന്റെ സാങ്ഷൻ, ഒരു അപ്രൂവൽ വേണമെന്ന് പറയുന്നു. അപ്പൊ എന്താണ് ഈ ഹയർ തിങ്? ഇത് എവിടെ നിന്നാണ് നമുക്ക് അറിയാൻ പറ്റുക ഇത് മോറൽസിന് എഗെയിൻസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്? അതായത് അത് ഓൾറെഡി നമ്മളിൽ ഉള്ളതാണോ ഇത്? എന്താണ് അതിന്റെ ഇത് എന്നാണ് ഞാൻ ചോദിച്ചത്. വേറെ ആർക്ക് എന്തെങ്കിലും ഓക്കെ അതൊന്ന് പറഞ്ഞു. ആ നാച്ചുറൽ എക്സ്, അത് എവിടുന്നാണ് നമുക്കത് കിട്ടുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? പെട്ടെന്ന് പറയൂ, അറിയാവുന്ന എന്തെങ്കിലും. ഇല്ല, അത് സോഷ്യോളജിക്കൽ ആയിപ്പോയി. അങ്ങനെയല്ല, അത് കസ്റ്റമും സോഷ്യോളജിക്കൽ സ്കൂളൊക്കെയാണ് അത് പറയുന്നത്. അതായത് എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയിൽ മാക്സിമം അതല്ല. അറിയാവുന്നത് എന്തെങ്കിലും, അറിയാവുന്നത് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അത്രയും ക്ലാസ്സിൽ ഇരുന്നതിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ബാക്കി രണ്ടുപേർക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? കട്ടായി പോയോ? നിങ്ങൾ അവിടെ ഉണ്ടോ? അവർ പോയോ? എന്നാ പിന്നെ പറയൂ, എന്തെങ്കിലും പറയൂ. പണ്ടത്തെ ടെക്സ്റ്റുകളൊന്നും അല്ല. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഫിലോസഫിയാണത്. ഇത് ഫിലോസഫി അവർ പറയുന്നത് ഇതിന്റെ അകത്ത് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മൾ ഇവര് കുറെ സ്റ്റഡീസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ അകത്ത് പറയുന്നത് ഈ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇവര് കുറെ ടെസ്റ്റ്, നമുക്ക് ഓൾറെഡി അറിയാന്നാ പറയുന്നത് വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ് എന്നുള്ളത്. നമുക്കറിയാം വാട്ട് ഈസ് റൈറ്റ് ഓർ റോങ്. ഇതിപ്പം ഇതിന്റെ അകത്ത് കുറെ ഈ ചെറിയ കുട്ടികളെയൊക്കെ കുറെ ടെസ്റ്റിന്, സ്മോൾ ബേബീസിനെ കുറെ ടെസ്റ്റുകൾക്കൊക്കെ വിധേയമാക്കും. ഒരു തിയറിയാണ്. ഇത് ഇന്നത്തെ ആൾക്കാർ സയന്റിഫിക് മെത്തേഡിൽ ചെയ്യുന്നു. പണ്ടത്തെ ആൾക്കാർ ത്രൂ മെഡിറ്റേഷൻ ഇങ്ങനെ പല രീതിയിലും അവർ ഒരുപാട് ഇരുന്ന് ചിന്തിച്ച് കണ്ടുപിടിച്ച. ഇപ്പൊ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പം ഒരു അപ്ഹിൽ ഉണ്ടെന്ന് വെക്കുക, ഒരു അപ്ഹില്. അപ്പോൾ ഈ അപ്ഹിലിന്റെ മുകളിലേക്ക് ഇതൊരു എക്സ്പെരിമെന്റ് ആട്ടോ. ഒരു എക്സ്പെരിമെന്റില് ഒരു വെഹിക്കിൾ, ഒരു പച്ച നിറത്തിലുള്ള ഒരു വണ്ടി. ഓക്കെ, ഈ വണ്ടി ഇങ്ങനെ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചങ്ങ് മുകളിലോട്ട് പോയി ഇതങ്ങ് താഴോട്ട് വരും. കാരണം അതിന് കയറാൻ പറ്റുന്നില്ല. ഇത് സംഭവം മുഴുവൻ ചെറിയൊരു ബേബി ഇത് നോക്കിക്കൊണ്ടിരിക്കുക. ഇതൊരു എക്സ്പെരിമെന്റ്.
ഒരു ചെറിയ കുട്ടി ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കപ്പിൽ. ഇത് മെഷീനുള്ള ബാക്കിലൂടെ എക്സ്പെരിമെന്റ് ചെയ്യുന്ന ആ കുട്ടി മാത്രമേ അവിടെ ഉള്ളൂ. ഇതിങ്ങനെ കയറാൻ ശ്രമിക്കുന്നു, അതിന് കയറാൻ പറ്റാതെ ഇതിങ്ങനെ താഴോട്ടേക്ക് സ്ലിപ്പ് ചെയ്ത് വരിക. രണ്ടാമത് ഇത് വരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം വേറൊരു വെഹിക്കിൾ, ഒരു മെജന്റ കളറിലുള്ള ഒരു വെഹിക്കിൾ വന്നിട്ട് ഇതിനെ പുഷ് ചെയ്തിട്ട് മുകളിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, അത്ര നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഒരു മെജന്റ കളറിലുള്ള ഒരു സാധനം വന്ന് ഇതിനെ പുഷ് ചെയ്ത് ഈ മെജന്റ കളറിലുള്ള വെഹിക്കിൾ ഒന്ന് തിരിച്ചു പോയി. ഇനി ഇതൊക്കെ ഈ കുട്ടി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇനി അടുത്ത എക്സ്പെരിമെന്റ്, ഇതേ വെഹിക്കിൾ തന്നെ ഈ പച്ച നിറത്തിലുള്ള ഈ വെഹിക്കിൾ ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഒരു റെഡ് കളറിലുള്ള ഒരു വെഹിക്കിൾ മുകളിൽ നിന്ന് വരിക, എന്നിട്ട് ഇതിനെ അങ്ങ് തട്ടി താഴെ ഇട്ടു. ഓക്കെ, എന്നിട്ട് ഈ സംഭവം ഇതെല്ലാം ഈ കുട്ടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടിയുടെ അടുത്ത് ഒരു പ്ലേറ്റില്, ഒരു ട്രേയില് ഈ ഒരു പച്ച കളറുള്ള വെഹിക്കിളും ഈ ചുവപ്പ് കളറുള്ള വെഹിക്കിളും എടുത്ത് വെച്ചപ്പോ കുട്ടി ഇവിടെയാണ് ഇരിക്കുന്നത്. ഈ ചുവപ്പ് കളറുള്ള വെഹിക്കിള് കുട്ടിയുടെ അടുത്ത് വെച്ചു, പച്ച കളറുള്ള കുട്ടിയുടെ കൈയിന്റെ അടുത്ത് വെച്ചു, പച്ച കളറുള്ള ദൂരത്ത് വെച്ചെങ്കിൽ ഈ കുട്ടി ഇത് പിക്ക് ചെയ്തു. ആ ചുവപ്പ് കളറുള്ള ടോയ് ആ കുട്ടി എടുത്തില്ല. കാരണം ആ കുട്ടിക്ക് വരെ ഇഷ്ടപ്പെട്ടില്ല ആ ഒരു അൺജസ്റ്റ് ആയിട്ടുള്ള കാര്യം നടക്കുന്നത്. കാരണം ഒരാൾ ഇങ്ങനെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ കയറാൻ ശ്രമിക്കുന്ന സമയത്ത് ഈ എന്താ പറയാ, സോറി ഞാൻ മെജന്റ കളർ എഴുതിയല്ലേ ഇവിടെ, ഇത് മെജന്റ കളർ കേട്ടോ. അതായത് ആരാണോ സഹായിച്ചത്, ഇത് മെജന്റ കളറുള്ളതിനെ കുട്ടി പിക്ക് ചെയ്തു. ഈ റെഡ്, അതായത് ഈ മെജന്റ കളറിലുള്ള ടോയ് ആണ് മറ്റവനെ കയറാൻ സഹായിക്കുന്നത്. ആ സഹായിച്ച ആ ഒരു ടോയിനോട് ആ ടോയിനോട് കുട്ടിക്ക് ഒരു അട്രാക്ഷൻ വരികയാണ്. ഇതിന്റെ ഫൈൻഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഓൾറെഡി നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം പിന്നീട് ഇതിങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ കുട്ടികളായിരിക്കുമ്പോഴേ നമുക്കറിയാം വാട്ട് ഈസ് റൈറ്റ്. അതാണ് ഡിവിനിറ്റി. നമുക്കറിയാം ചെയ്യുന്ന. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് കൊണ്ടാണ്. പേടി കൊണ്ട്, അടി കൊള്ളോ, വേറെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അതില് ആക്ച്വലി വി നോ വാട്ട് ഈസ് അതിനെയാണ് ഈ ഡിവിനിറ്റി എന്ന് പറയുന്നത്. ഇപ്പം വേറൊരു സംഭവം, എനിക്ക് ജീവിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ആരും ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്ക് ലിബർട്ടി വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ എല്ലാവരും ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതെല്ലാം എൻ്റെ ആഗ്രഹങ്ങളാണ്. അപ്പോൾ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ് എന്നെ പോലെ തന്നെയല്ലേ മറ്റവനും. അപ്പൊ നിങ്ങൾ 4 പേരും എന്നെ പോലെ തന്നെയാണ്. നിങ്ങൾ 4 പേരില്ലേ, ഞാനൊന്ന് 5, നിങ്ങൾ 4 പേരും എന്നെ പോലെ തന്നെയാണ്. അപ്പൊ നിങ്ങളും എന്നെ പോലെയാണ്. അപ്പൊ നിങ്ങൾക്കും ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങളും എന്നെ മാതിരി മനുഷ്യന്മാരാ. അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ നിങ്ങളെ ആരും എക്സ്പ്ലോയിറ്റ് ചെയ്യരുതെന്ന്. അപ്പൊ നമ്മൾ തമ്മിൽ ഒരു എഗ്രിമെന്റിലെത്തുന്നു. ഞാൻ നിങ്ങളെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല, നിങ്ങൾ എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യില്ല. അപ്പൊ അതൊക്കെയാണ് ഈ എന്താ പറയാ അങ്ങനെ. അപ്പൊ ഇത് എവിടുന്ന ഇത് വരുന്നത്? ഇത് നമുക്കറിയാം. ഈ ഒരു തോട്ട് പ്രോസസ്സ് തന്നെ ആ മൊറാലിറ്റിയിൽ നിന്നാണ് വരുന്നത്. അതൊരു ഡിവൈൻ ക്വാളിറ്റിയാണത്. എന്നെ ആരും കൊല്ലരുത്, നിങ്ങളെ ആരും അതേമാതിരി നിങ്ങൾ എന്നെ മാതിരി തന്നെയാണല്ലോ. ആ ഒരു തോട്ട് പ്രോസസ്സ് വരണമെങ്കിൽ അതൊരു ഡിവൈൻ ക്വാളിറ്റിയാണ്. ഇത് എല്ലാവരിലും ഉണ്ടെന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും ഇവര് സോക്രട്ടീസ് ഒക്കെ അതിനോട് അഗ്രി ചെയ്തതാണ്. അവരാണ് ഈ നാച്ചുറൽ ലോ സ്കൂളിന്റെ ഒക്കെ പണ്ടത്തെ നാച്ചുറൽ ലോ സ്കൂളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാല് സോക്രട്ടീസ് ഒക്കെ അവരൊക്കെ ഇതിന് അഗെയിൻസ്റ്റ് പറഞ്ഞത് അതുകൊണ്ടാണല്ലോ. കാരണം അതായത് മൊറാലിറ്റി എന്താണ്, വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് അറിയില്ലെങ്കിലും നമ്മളൊക്കെ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് അറിയാമായിരുന്നു. പിന്നീട് അതെങ്ങനെയോ നശിച്ചു പോയതാ ഈ പ്രോസസ്സിലൂടെ. വി നോ. ചിലവർ ആ ഡിവിനിറ്റി മെയിൻറ്റെയിൻ ചെയ്യും, ചിലവർക്ക് ആ ഡിവിനിറ്റി ഒന്ന് നഷ്ടപ്പെട്ടു പോകും. സോ വി ഓൾ നോ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അപ്പൊ നമ്മളത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് ശരിയാണോ അല്ലയോ, ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും അത് തെറ്റാണ്. ഇപ്പൊ ഞാൻ വേറൊരുത്തനെ കൊല്ലുകയാണ്, അത് ശരിയാണോ. ഞാൻ എനിക്ക് മരിക്കാൻ താല്പര്യമില്ല. എനിക്ക് ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹമുണ്ടോ? ആർക്കെങ്കിലും മരിക്കാൻ ആഗ്രഹം? അത് പറഞ്ഞ ഞാൻ സ്റ്റീവ് ജോബ്സ് പറഞ്ഞ ഒരു കാര്യം പറയാം. സ്റ്റീവ് ജോബ്സ് പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. Even those who are willing to die, even those who are willing to go to heaven is not prepared to die for that. അങ്ങനെ ചില മഹാന്മാരുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്നു വിചാരിച്ചുകൊണ്ട് നടക്കുക. എനിക്ക് അറിയാവുന്ന ആൾക്കാരുണ്ട് മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്ത് പോകുന്ന വിചാരിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ അവനോട് ചോദിക്കുകയാണ്, മരിച്ചു കഴിഞ്ഞാൽ നീ സ്വർഗത്ത് പോകും, ഞാൻ നിന്നെ കൊല്ലട്ടെ, നീ മരിക്കാൻ തയ്യാറാണോ? മരിക്കാൻ ഞാൻ തയ്യാറല്ല.
പക്ഷെ ഒരു നിവൃത്തിയില്ല, മരിച്ചു പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്വർഗത്തിൽ പോകണം. അപ്പൊ അവന്റെ ആത്മാർത്ഥത ഒന്ന് നോക്കൂ, സ്വർഗത്തിലോട്ട് പോകാനുള്ള അവന്റെ ആത്മാർത്ഥത. സ്വർഗത്തിലോട്ട് പോകണം എന്നാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷെ അതിനുവേണ്ടി മരിക്കാൻ തയ്യാറല്ല. അത് പറഞ്ഞത് സ്റ്റീവ് ജോബ്സ് ആണ്. ഈവൻ ദോസ് ഹു വാണ്ട് ടു ഗോ ടു ഹെവൻ ഇസ് നോട്ട് വില്ലിംഗ് ടു ഡൈ ഫോർ ദാറ്റ്. അപ്പൊ മരിക്കാൻ ആർക്കും താല്പര്യമില്ല, എനിക്കും താല്പര്യമില്ല. അപ്പൊ നിങ്ങളും എന്നെ പോലെയാണ്. അപ്പം നിങ്ങളും എന്നെ പോലെയാണ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് വരുന്നത് നാച്ചുറൽ ലോ സ്കൂളിൽ നിന്നാണ്. ആ ഒരു മോറൽസ് എന്താണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. ആ മോറൽസ് ഇപ്പം ഒരാളെ ഇല്ലീഗലായിട്ട് ഡിറ്റൻഷൻ ചെയ്യാണ്, അത് ചെയ്യുന്നത് ശരിയാണോ? അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കണം, ഇതിൻ്റെ അകത്ത് മൊറാലിറ്റി ഉണ്ട്. അപ്പൊ നാച്ചുറൽ ലോ സ്കൂളിലേക്ക് വന്നപ്പോൾ മൊറാലിറ്റി വന്നു. അതുകൊണ്ടാണ് ഇതൊരു ഹയർ തിങ് ഉണ്ടെന്ന് ഇതിൻ്റെ അകത്ത് പറയുന്നത്. ഈ ഹയർ തിങ് എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനമൊന്നും അല്ല. ഈ ഹയർ തിങ് ഇറ്റ് ഈസ് ദർ ഇൻസൈഡ് അസ്. നമുക്ക് തന്നെ അറിയാം വാട്ട് ഈസ് റൈറ്റ് ഓർ വാട്ട് ഈസ് റോങ്. അപ്പം ഒരു നിയമം കൊണ്ടുവരുന്ന സമയത്ത് ആ ഹയർ തിങ്ങിന്റെ സിഗ്നേച്ചർ വേണം. ആ ഹയർ തിങ്, ആ മൊറാലിറ്റിയോട് അത് എഗ്രി ചെയ്യണം. മോറൽ അല്ലാത്ത ഒരു നിയമവും നിയമമല്ല എന്നുള്ളതാണ് നാച്ചുറൽ സ്കൂളുകാർ ബിലീവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞത്, നിങ്ങളൊരു ലോ കൊണ്ടുവന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് അഗെയിൻസ്റ്റ് മൊറാലിറ്റി. നിങ്ങൾ ഇങ്ങനെ ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നത് ശരിയാണോ? ഒരാളുടെ റേസോ, ഒരാളുടെ റിലീജിയനോ, ഒരാളുടെ സെക്സോ, ഒരാളുടെ കാസ്റ്റോ, ഒരാളുടെ സ്കിന്നിന്റെ കളറോ വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ പല സ്കൂളുകൾ നടത്തുക. പല ആൾക്കാർക്ക് അയാൾക്ക് ആ കിണറ്റിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റില്ല, ഇയാൾക്ക് ഈ സ്കൂളിൽ പോകാൻ പറ്റില്ല. വൈ? ബിക്കോസ് അവരുടെ സ്കിന്നിന്റെ കളർ ഡിഫറെന്റ് ആണ്, അവരുടെ റിലീജിയൻ ഡിഫറെന്റ് ആണ്, അവരുടെ കാസ്റ്റ്. ദിസ് ഈസ് അഗെയിൻസ്റ്റ് മോറൽസ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. സോ ദിസ് ഈസ് അഗെയിൻസ്റ്റ് മൊറാലിറ്റി. അപ്പം മൊറാലിറ്റിക്ക് അഗെയിൻസ്റ്റ് ഉള്ള ലോയേ അല്ല. ഓക്കെ. അപ്പം എന്തുകൊണ്ടാണ് ഒരാൾ വേറൊരാളെ കൊല്ലരുതെന്ന് പറയുന്നത്? ബിക്കോസ് ഐ വോണ്ട് ടു ലിവ്. അല്ല, എനിക്കും ജീവിക്കണം, അത് നിങ്ങൾക്കും ജീവിക്കണം. അതുകൊണ്ടാണ് ഇവിടെ ഒരാൾ വേറൊരാളെ കൊല്ലരുതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഈ എല്ലാ സർക്കംസ്റ്റൻസസും പോയി. ഓക്കെ. അപ്പൊ ഇവിടെ എന്താ പറയുക, ഇവരുടെ ലൈഫ് തന്നെ ത്രെട്ടിലായി നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ നോർമൽ സർക്കംസ്റ്റൻസസിൽ എഴുതുന്ന ഈ സംഭവം ഉണ്ടല്ലോ, അതിന്റെയൊക്കെ പുറത്തേക്ക് പോയി ഇത്. അതാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ചിന്തിക്കുകയും കൂടെ ചെയ്യണം. ഇതിൻ്റെ അകത്ത് പറയുന്നത് വെച്ചാൽ, ജസ്റ്റിസ് ഫോസ്റ്റർ ബിലീവ്ഡ് ദാറ്റ് സിൻസ് ദ റീസൺ ഫോർ ദ ലോ ടു എക്സിസ്റ്റ് ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഇൻ ദിസ് കേസ്, the four accused can be considered to be outside the normal functioning society and in the state of nature. അതായത് ഈ പറഞ്ഞ ഈ മൊറാലിറ്റി, ഈ സംഭവങ്ങളൊക്കെ നമ്മളൊരു നോർമൽ സ്റ്റേറ്റിൽ ഇരിക്കുമ്പോഴാണ് ഇതെല്ലാം ഉണ്ടാവുന്നത്. അപ്പം ആ ഒരു സ്റ്റേറ്റ് ഓഫ് നേച്ചറിൽ നിന്ന്, നോർമൽ ഫങ്ഷനിങ് സൊസൈറ്റിയിൽ നിന്ന് ഈ 4 അക്യൂസ്ഡുകാരും അവരുടെ പുറത്തേക്ക് പോയി. കാരണം അവരുടെ തന്നെ ലൈഫ് ത്രെട്ടൻഡ് ആയ ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. അല്ലാതെ എന്റെ ജീവൻ ആരും എടുക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് നിങ്ങൾക്കും ജീവിക്കണം, സോ ഐ റെക്കഗ്നൈസ് യുവർ റൈറ്റ്സ് ആസ് മൈ റൈറ്റ്സ് ആർ. ആ ഒരു സ്റ്റേറ്റിലാണ് ഈ അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ ഹയർ ലോസ്, ആ സംഭവങ്ങളെല്ലാം അവിടെ സ്വിച്ച്ഡ് ഓഫ് ആയിപ്പോയി. അവിടെ ആ സംഭവങ്ങളൊന്നുമില്ല. അപ്പം റീസൺ ഫോർ ദ ലോ ടു എക്സിസ്റ്റ് അത് തന്നെ ഇവിടെ പോയി. ഡസ് നോട്ട് ഹോൾഡ് ഗുഡ് ഇൻ ദിസ് കേസ്. അപ്പൊ 4 accused can be considered to be outside. അപ്പൊ ഇതിന്റെ ഈ സ്റ്റേറ്റ് ഓഫ് നേച്ചറിന്റെ ഇതിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. അപ്പൊ ലോ ആസ് ഇറ്റ് ഈസ് എന്ന് ചീഫ് ജസ്റ്റിസ് ട്രിപ്പനി പറഞ്ഞ ആ ലോ തന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഒരു ലോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് മൊറാലിറ്റിയുടെ ആ ഒരു ആസ്പെക്ട് ഇതിൻ്റെ അകത്ത് വരണം. വെദർ ദാറ്റ് ലോ ഇസ് ഗുഡ് ഓർ ബാഡ്. ഓക്കെ. ഞാനിങ്ങനെ വേറൊരുത്തനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് ഞാനിങ്ങനെ നന്നാവുക, വേറൊരുത്തൻ ഇങ്ങനെ അവിടെ ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അവർ പുറത്തേക്ക് പോയി. അവരുടെ ലൈഫ് തന്നെ അവിടെ ത്രെട്ടൻഡ് ആയിരിക്കുകയാണ്. കാരണം അവർ തന്നെ ഇല്ലാതാവാൻ പോവുകയാണ്. സോ ദേ ഹാവ് ആ നോർമൽ ഫങ്ഷനിങ് ഓഫ് ദ സൊസൈറ്റിയുടെ പുറത്തേക്ക് അവർ പോയി. എന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഹി ഷെഡ് സം ലൈറ്റ് ഓൺ ദ ഐറണി. അത് നിങ്ങൾ മനസ്സിലായില്ലേ, നിങ്ങളൊന്ന് ചിന്തിക്കുക കേട്ടോ. നമുക്ക് ചിന്തിച്ചിട്ട് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞെന്നുള്ളത്. ഹി ഷെഡ് സം ലൈറ്റ്. ഇനി അടുത്തത് അയാൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ ജഡ്ജിമാരെല്ലാവരും കൂടെ ചേർന്ന് ആവശ്യമില്ലാതെ ഈ 4 പേര് ചേർന്ന് ഒരുത്തനെ കൊന്നോ എന്നുള്ളതാണ് ഇവിടുത്തെ സംശയം, അല്ലെ? അയാൾ പറഞ്ഞു വേറെ 10 പേര് മരിച്ചു, അതിന് കുഴപ്പമില്ല. അതാണ് അയാൾ പറഞ്ഞത്. ഹി ഷെഡ് സം ലൈറ്റ് ഓൺ ദ ഐറണി ഓഫ് 10 റെസ്ക്യൂ വർക്കേഴ്സ് ലൂസിംഗ് ദെയർ ലൈഫ്സ് ഇൻ ആൻ എഫേർട്ട് ടു സേവ് ദാറ്റ് ഓഫ് 5 എക്സ്പ്ലോറേഴ്സ്. ഓക്കെ. 5 എക്സ്പ്ലോറേഴ്സിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഇതിന്റെ റെസ്ക്യൂത്തിന്റെ ഭാഗമായിട്ട് 10 റെസ്ക്യൂ വർക്കേഴ്സ് ലൈഫ് പോയി. അത് റൈറ്റ് ആണ്, ബീങ് ഡീംഡ് ആസ് റൈറ്റ്.
and saving the lives of 4 explorers at the cost of 1 being deemed as wrong. ഈ 4 പേര് ഇതിന്റെ അകത്ത് പെട്ട് അതിൽ അവര് നിവൃത്തികേട് കൊണ്ട് ഒരുത്തനെ കൊന്നു. കാരണം ആ സമയത്ത് അവർക്ക് തന്നെ അവരുടെ ലൈഫ് ഇല്ലാതാവാൻ പോവാണ്. ആ സമയത്ത് അയാളെ കൊന്നത് വലിയ കുറ്റമാണ്. പുറത്ത് ഈ 5 പേരെ രക്ഷിക്കാൻ വേണ്ടി 10 പേര് റെസ്ക്യൂ വർക്കേഴ്സ് മരിച്ചു. 10 പേര്. ദാറ്റ് ഈസ് ഡീംഡ് ആസ് റൈറ്റ്. അതിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതാണ് അയാൾ അടുത്ത റീസണിങ് കൊടുത്തത്. Saying so, Justice Foster stated that the value of life in this case is overrated. നിങ്ങൾ ആ മരിച്ചുപോയ വെറ്റ്മോറിന്റെ ലൈഫിനെ എന്താ പറയാ, നിങ്ങൾ ഓവർ റേറ്റ് ചെയ്യാണ്. ഈ 10 പേരുടെ ലൈഫിന് ഒരു വിലയില്ല. അതിന്റെ അകത്ത് പെട്ടുപോയ അയാളുടെ ആ ഒരു ലൈഫിനെ ഓവർ റേറ്റ് ചെയ്തിരിക്കുകയാണ്. The rescuers knew that what they were getting into the associated risk. ഈ ലാൻഡ് സ്ലൈഡ് നടക്കുന്നതിന്റെ ഇടയ്ക്ക് ഈ റെസ്ക്യൂവേഴ്സ് എല്ലാ റിസ്ക്കും ഏറ്റെടുത്തിട്ടാണ് ഈ 5 പേരെ രക്ഷിക്കാൻ നോക്കുന്നത്. He was of the opinion that if 10 lives were expendable to save 5, 5 പേരുടെ ലൈഫ് രക്ഷിക്കാൻ വേണ്ടി 10 പേരുടെ ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നമുക്ക് അതിന് അഗ്രി ചെയ്യാൻ പറ്റുമെങ്കിൽ, ആ ഒപ്പീനിയനോട് നമുക്ക് അഗ്രി ചെയ്യാൻ പറ്റുമെങ്കിൽ, സേവിങ് 4 lives at the expense of 1 should be allowed to. 4 പേരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാളുടെ ലൈഫ് എടുത്തത് നമുക്ക് ക്ഷമിച്ചുകൂടെ? ദാറ്റ് ഷുഡ് ഓൾസോ, ക്ഷമിച്ചുകൂടെ എന്നല്ല, ദാറ്റ് ഷുഡ് ഓൾസോ ബി അലൗഡ്. കാരണം മറ്റേത് നമ്മൾ നിയമം അനുവദിച്ചു കൊടുത്തില്ലേ. ഈ റെസ്ക്യൂവേഴ്സ് ഇവരെ രക്ഷിക്കാൻ പോകുന്ന സമയത്ത് എല്ലാ പാരഫെർനേലിയ വിത്ത് നിയമത്തിന്റെ സപ്പോർട്ടോടുകൂടിയല്ലേ ചെയ്ത്. ഈ 10 പേര് മരിച്ചില്ലേ, എന്തിനാ 5 പേരെ രക്ഷിക്കാൻ? 4 പേര് അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരാളെ അല്ലേ കൊന്നുള്ളൂ. അവിടെ ഒരു എന്താ പറയാ, അവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന ആർഗ്യുമെന്റ്സിൽ പ്രശ്നം ഉണ്ടെന്നുള്ളതാണ് അയാൾ പറയുന്നത്. അല്ലാതെ ഈ 10 പേരെ കൊന്നത് ശരിയാണെന്നൊന്നും അല്ല അയാൾ പറയുന്നത്. ദർ ഇസ് എ പ്രോബ്ലം വിത്ത് ആർഗ്യുമെന്റ്. അവിടെ അയാൾ പറഞ്ഞ എന്താ വെച്ചാൽ ഓവർ റേറ്റ് ചെയ്തുകൊണ്ടിട്ടുള്ളതാണ് അയാളുടെ പോയിന്റ്. അവിടെ ആ ഒരാളെ കൊന്നത് അയാളുടെ ലൈഫിന്, അവിടെ വാല്യൂ ഓഫ് ലൈഫ് ഈസ് ഓവർ റേറ്റഡ് ഹിയർ. ഓക്കെ, സമയത്രേ. ഓക്കെ, ഇതൊന്ന് തീർത്തോട്ടെ. അപ്പൊ ഇത് നാച്ചുറൽ ലോ സ്കൂളാണ്, മറ്റേത് പോസിറ്റിവിസ്റ്റ് സ്കൂളാണ്. ഓക്കെ, ഇനി ഹി റെഫർ ടു ദിസ് കേസ് ആസ് വൺ ഓഫ്. ഇനി അടുത്തത് അയാൾ വേറെ റീസണിങ്. ഒന്ന് അയാൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇത് മനസ്സിലാക്കണം, ഈ ലോ അതിന്റെ റീസണിങ് തന്നെ, ലോ ഈ മാക്സിമം ഓർക്കണം, റീസൺ ഫോർ ദ ലോ തന്നെ തീർന്നു, പിന്നെ ലോ ഇറ്റ്സെൽഫ് സീസസ്. ആ ലോയിന്റെ റീസണിങ്ങേ അവിടെ ഇല്ല, മനസ്സിലായോ? അപ്പൊ പിന്നെ ലോ ഇറ്റ്സെൽഫ് സീസസ്. രണ്ടാമത്തെ റീസണിങ്, ലൈഫ് ഈസ് ഓവർ റേറ്റഡ്. മൂന്നാമത്തെ അയാൾ പറഞ്ഞത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാൻ പറ്റുമോ? അവര് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ IPC കുറച്ച് സെക്ഷൻസ് പറഞ്ഞിട്ടില്ലേ, സെൽഫ് ഡിഫെൻസിന് വേണ്ടി എന്തും ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ അല്ലെ? ഇപ്പൊ ഞാനിപ്പോ നിങ്ങളെ ഒരു വടിയെടുത്ത് തല്ലാൻ വരികയാണ്, നിങ്ങളുടെ ജീവൻ പോവാൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ ലൈഫ് തന്നെ ത്രെട്ടനിലാവുന്ന സമയത്ത് റൈറ്റ് ടു പ്രൈവറ്റ് ഡിഫെൻസ് ഇല്ലേ, 96/106. അതായിക്കൂടെ ഇവർക്ക്? അപ്പൊ നിയമത്തിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ, റൈറ്റ്, അവരുടെ തന്നെ ജീവൻ പോകാൻ പോവാണ്. ഈ റെഫർ ടു ദിസ് കേസ് ആസ് വൺ ഓഫ് സെൽഫ് പ്രിസർവേഷൻ and stated that the same logic used while dealing with cases of self defense applies here. അന്ന് അവരുടെ എവിടെയും ഈ സെൽഫ് ഡിഫെൻസിന് വേണ്ടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ തന്നെ അപകടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ഡിഫെൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും അല്ലെ? നിങ്ങളിപ്പോ ഈവൻ റേപ്പ് കേസസിലൊക്കെ ആണെങ്കിൽ ഈവൻ മറ്റയാൾ മരിച്ചാലും കുഴപ്പമില്ല, ഒരു അവരുടെ ഡിഫെൻസിന്റെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും ചെയ്ത് മറ്റയാൾ മരിച്ചാൽ വരെ കുഴപ്പമില്ല. എക്സാക്ട് ആണോന്നുള്ളത് അതേമാതിരി എന്തോ ആണ്, ആണെന്ന് ശരിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എനിവേ സംതിങ് ലൈക്ക് ദാറ്റ് ഈസ് ദർ. അപ്പൊ ഞാൻ സെൽഫ് ഡിഫെൻസിനെ പറ്റി പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ആ സെൽഫ് ഡിഫെൻസ് ഇവിടെ അപ്ലിക്കബിൾ ആവില്ല എന്ന് അയാൾ ചോദിക്കുന്നത്. സോ ഹി ബിലീവ്ഡ് ദാറ്റ് മച്ച് ലൈക്ക് കില്ലിംഗ് ഇൻ സെൽഫ് ഡിഫെൻസ്, കില്ലിംഗ് ഇൻ സെൽഫ് പ്രിസർവേഷൻ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് മർഡർ. ഇത് ശ്രദ്ധിക്കണം കേട്ടോ ഈ സ്റ്റേറ്റ്മെന്റ്, ഇത് പിന്നീട് പ്രശ്നമാവുക. ഹി ബിലീവ്ഡ് ദാറ്റ് മച്ച് ലൈക്ക് കില്ലിംഗ് ഇൻ സെൽഫ് ഡിഫെൻസ്, സെൽഫ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് കൊല്ലുന്നത് വരെ തെറ്റല്ല. അതായത് നമ്മുടെ ആ ജെയിംസ് മാർട്ടിൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ അവർ കൊല്ലുക വരെ ചെയ്തു. അയാളുടെ ഒരു ബന്ദിന്റെ ദിവസം അവിടെ കയറി വന്ന് എന്തോ പ്രശ്നം ഉണ്ടാക്കിയപ്പം ആ ഒരു അടിപിടിയിൽ ആരോ മരിക്കുക വരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ആ പ്രൈവറ്റ് ഡിഫെൻസിന്റെ ഭാഗമായിട്ട് അയാളെ വെറുതെ വിട്ടിട്ടുണ്ട്. സോ ഹി മച്ച് ലൈക്ക് കില്ലിംഗ് ഇൻ അതെ ഇവിടെ അങ്ങനെ ഓക്കെ, അതാണ് അടുത്ത ജഡ്ജി പറഞ്ഞത്. ജസ്റ്റിസ് സ്റ്റാറ്റിംഗ്, തിയറി ഓഫ് പ്രിസർവേഷൻ ബീങ് സിമിലർ ടു സെൽഫ് ഡിഫെൻസ് ഈസ് റോങ്.
പ്രഭീത പറഞ്ഞ തന്നെയാണ്, അത് പോയിന്റ് ആണ്, അത് ലോ പോയിന്റ് അത്. മനസ്സിലായോ? കൺഗ്രാജുലേഷൻസ്. അതാണ് അവിടെ അതാണ് ഇയാൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെങ്കിലും അത് ശരിക്കത് സെൽഫ് പ്രിസർവേഷൻ, അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. He believed that much like killing in self-defense, killing in self-preservation does not constitute murder. പക്ഷെ അത് ഇയാളുടെ ഒരു ആർഗ്യുമെന്റ് ആണ്. പക്ഷെ ഇപ്പൊ പ്രവീത പറഞ്ഞാൽ അത് അടുത്ത ജഡ്ജ് അത് അംഗീകരിച്ചില്ല. അത് അയാൾ പറഞ്ഞു സെൽഫ് പ്രിസർവേഷൻ, ഈ പറഞ്ഞ അതേ ആർഗ്യുമെന്റാ പറഞ്ഞത്. എപ്പോഴാണ് നമ്മൾ സെൽഫ് ഡിഫെൻസ് അപ്ലൈ ചെയ്യുന്നത്? സെൽഫ് ഡിഫെൻസ് അപ്ലൈ ചെയ്യുന്നത് ഇപ്പൊ ഈ പറഞ്ഞ മാതിരി തന്നെ വെറ്റ്മോർ അയാളെ കൊല്ലാൻ വരികയാണെന്ന് വെക്കുക, അപ്പോഴേ അയാൾക്ക് സെൽഫ് ഡിഫെൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് അങ്ങനെയല്ല ഇവിടെ നടന്നിരിക്കുന്നത്. അവരെ 4 പേര് ഡൈസ് ത്രോ ചെയ്ത് മാറി നിന്ന വെറ്റ്മോർ പറഞ്ഞു എനിക്ക് ഇതിൻ്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലാന്ന്. അങ്ങനെ മാറി നിന്ന വെറ്റ്മോറിനെ ഇതിന്റെ അകത്ത് അയാളുടെ സമ്മതം ഇല്ലാതെ ഉൾപ്പെടുത്തി ഡൈസ് ഇട്ട് അയാളെ പോയി കൊല്ലുക ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ഇവിടെ സെൽഫ് ഡിഫെൻസ് വരുന്നത്? അപ്പൊ ഈ ജഡ്ജിന്റെ ഈ റേഷ്യോ ഡിസിഡന്റ് അതിൽ പ്രശ്നമുണ്ട്. പക്ഷെ ദിസ് ഈസ് വൺ വേ ഹി ആർഗ്യൂഡ്. അതായത് സെൽഫ് ഡിഫെൻസ്, സെൽഫ് പ്രിസർവേഷൻ, കില്ലിംഗ് ഇൻ സെൽഫ് ഡിഫെൻസ് മാതിരി തന്നെ കില്ലിംഗ് ഇൻ സെൽഫ് പ്രിസർവേഷൻ ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് മർഡർ. അപ്പം സെൽഫ് പ്രിസർവേഷൻ അവിടെ ആ പ്രശ്നമുണ്ട്. കാരണം വെറ്റ്മോർ ഇവരെ കൊല്ലാൻ വരുന്ന സമയത്താണ് അവരെ വെറ്റ്മോറിനെ കൊന്നത് എങ്കിൽ സെൽഫ് ഡിഫെൻസ് വരും. പക്ഷെ വെറുതെ ഇരുന്ന വെറ്റ്മോറിനെ ഇവർ അങ്ങോട്ട് പോയിട്ട് കൊല്ലുക ചെയ്തത്. അപ്പൊ ശരിക്കും സെൽഫ് ഡിഫെൻസ് എടുക്കേണ്ടത് വെറ്റ്മോറാണ് സെൽഫ് ഡിഫെൻസ് എടുക്കേണ്ടത്. അപ്പൊ ഈ ഒരു ആർഗ്യുമെന്റ് ശരിയല്ല. നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ്. ഓക്കെ, അതിവിടെ അടുത്തതിൽ ഇപ്പൊ ജസ്റ്റിസ് സ്റ്റാറ്റിങ്ങിന്റെ ഇതിൽ പറയുന്നുണ്ട്. സോ ദ തിയറി ഓഫ് സെൽഫ് പ്രിസർവേഷൻ being similar to self defense and being a valid ground for acquittal must be wrong. Okay appo ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യട്ടെ. ജസ്റ്റിസ് ഫോസ്റ്റേഴ്സ് purposive interpretation എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ഇതൊരു ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട് ആണ്. would be the closest to Fuller's opinion given his work and general thought process. ഈ purposive interpretation എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്റ്റാറ്റ്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാറ്റ്യൂട്ടിന് ഒരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അതാണ് ഈ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റിൽ നിന്ന് അവർ പോയി എന്നൊക്കെ പറയുന്നത്. പേർപ്പസ് അതിന് നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. 2 കേസസ്, സെല്ലർ ഇൻ പൊസഷൻ ആസ് എ സെല്ലർ, മറ്റേത് അപ്പം അയാളുടെ ലീഗൽ സ്റ്റേറ്റസ് അവിടെ മാറി. അപ്പൊ അയാൾ പറഞ്ഞ എന്താ പോസിറ്റീവ് സ്റ്റെപ്പ്. നിങ്ങൾക്ക് ആ കേസ് എഴുതാം കേട്ടോ. ഈ ജൂറിസ്പ്രുഡൻസിൽ നിങ്ങൾക്ക് ആ കേസ് നാളെ ചൊവ്വാഴ്ച പോയി എഴുതിയേക്കാം. ഉറപ്പാണ് നാച്ചുറൽ ലോയും പോസിറ്റിവിസ്റ്റിക് സ്കൂളും ഉണ്ടാവുള്ളൂ. അതല്ലാതെ വേറെ ഒന്നും അവർ ഇടാൻ പോകുന്നില്ല. അപ്പൊ പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചിൽ നിങ്ങൾ ആദ്യത്തെ ആ കേസിലോ എഴുതുക. മനസ്സിലായില്ലേ? അയാൾ ഡിസൈഡ് ചെയ്ത് പൊസഷൻ ടൈറ്റിൽ, ലീഗൽ ടൈറ്റിൽ മാറി, അതുകൊണ്ട് ടൈറ്റിൽ പാസ്സാൻ പറ്റില്ല. അവർക്കൊന്ന് വായിച്ചാൽ മനസ്സിലായി. അത് എന്നിട്ട് നിങ്ങൾ മറ്റേ ആ പ്രിവി കൗൺസിലിന്റെ ഡിസിഷൻ എഴുതുക. അതിന്റെ അകത്ത് അയാൾ എന്താ പറഞ്ഞത്? ഏത് സ്റ്റാറ്റ്യൂട്ട് ആണോ ബയറിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി എഴുതിയത് ആ സ്റ്റാറ്റ്യൂട്ട് തന്നെ ഉപയോഗിച്ചിട്ട് അയാൾക്ക് ടൈറ്റിൽ ഇല്ലാതാക്കുന്നത് ശരിയല്ല. അപ്പൊ ദ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേറ്റർ, ദ പർപ്പസ് ഓഫ് ദ സ്റ്റാറ്റ്യൂട്ട്, അതിനാണ് ഇവിടുത്തെ ഈ പർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ആ സ്റ്റാറ്റ്യൂട്ടിന് ഒരു പർപ്പസ് ഉണ്ട്. ആ സ്റ്റാറ്റ്യൂട്ടിന്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യണം. അതാണ് ജസ്റ്റിസ് ഫോസ്റ്റർ ചെയ്തത്. മനസ്സിലായില്ലേ? ഇതിപ്പം ഞാൻ നിങ്ങളെ കൊല്ലരുത്, നിങ്ങൾ എന്നെ കൊല്ലാതെ, ഇതിന്റെയൊക്കെ ഒരു ഹയർ ആയിട്ടൊരു സംഭവം ഉണ്ട്. ആ സ്റ്റേറ്റിൽ പുറത്തേക്ക് പോയിരിക്കുക അവര് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ. അത് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 5 ദിവസം പട്ടിണി കിടക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ നിങ്ങളുടെ അവസ്ഥ എന്താന്നുള്ളത്. ഈ പറയുന്ന മോറൽസിന്റെയും ഈ സംഭവത്തിന്റെയും ഒക്കെ പുറത്തേക്ക് പോയി ആ ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. അപ്പം ദേ ആർ ഔട്ട്സൈഡ് ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻ ദ സ്റ്റേറ്റ് ഓഫ് നേച്ചർ, നോർമൽ ഫങ്ഷനിങ് സൊസൈറ്റി, ഇതിന്റെയൊക്കെ പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ലോ ദ വെരി റീസൺ ഫോർ വിച്ച് ലോ ഇസ് മെയ്ഡ്, ദാറ്റ് റീസൺ ഡസന്റ് എക്സിസ്റ്റ്. ആ റീസൺ എക്സിസ്റ്റ് ചെയ്യാത്ത സമയത്ത് ലോ ഇറ്റ്സെൽഫ് ഡസന്റ് എക്സിസ്റ്റ്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. സെസാൻഡെ റിയാക്ഷനിലേക്ക് when the reason for the law ceases to exist, the law itself ceases. ലോ തന്നെ ഇല്ല, പിന്നെയല്ലേ ലോ ആസ് ഇറ്റ് ഈസ് എന്ന് നിങ്ങൾ പറയുന്നതെന്നുള്ളതാണ് ഇയാള് ആർഗ്യൂ ചെയ്തത്. പിന്നെ ഇത് ഓവർ റേറ്റഡ്. ഇത് നാച്ചുറൽ ലോ സ്കൂളിന്റെ ഒരു തോട്ട് പ്രോസസ് ആണത്. ഇത് ഓവർ റേറ്റഡും ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ ഈ സെൽഫ് പ്രിസർവേഷൻ, ഈ സെൽഫ് ഡിഫെൻസ് ഉള്ളത് ഇവിടെ പ്രശ്നമുണ്ട്. അത് പ്രവീത കറക്റ്റ് ആയിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത മാതിരി അവിടെ ഒരു പ്രശ്നമുണ്ട്. അത് വേറൊരു ജഡ്ജ് അത് ക്യാച്ച് ചെയ്തു.
ഓക്കെ, പേർപ്പസീവ് ഇന്റർപ്രിട്ടേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഇന്നലെ കോൺട്രാക്ട് പഠിച്ച ഇത്. ഓക്കെ, 9:15 നിർത്തണമെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ ഇനി ടാക്ടിങ്ങിന്റെ ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. ടാക്ടിങ്, കീൻ, 3 ജഡ്ജസിന്റെയും കൂടെ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഡെസിഷൻ പറയും. ഡെസിഷൻ പറഞ്ഞിട്ട് ഇത് ഓരോന്നിന്റെയും ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ അത് എന്താണ് പോസിറ്റീവ് സ്കൂൾ എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്, നാച്ചുറൽ സ്കൂൾ. ഇത് രണ്ടിന്റെ ഇതൊന്ന് ഞാൻ വായിക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് എന്നിട്ട് നിർത്താം. ഒരു 10 മിനിറ്റ് കൂടെ എടുക്കട്ടെ മെഹല? പോസിറ്റിവിസ്റ്റ് ഞാൻ ഇത് രണ്ടും കൂടെ പറഞ്ഞിട്ട് നിർത്താം, കാരണം അതിനോട് അസോസിയേറ്റ് ചെയ്താണല്ലോ. ഇത് ചീഫ് ജസ്റ്റിസ് ട്രെപ്പനിയുടെ ഇതാണ്. ഇതൊക്കെ നിങ്ങൾ എഴുതി വെച്ചു. ഞാൻ ഈ PPT നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം, നാളെ ഷെയർ ചെയ്ത് തരാം, ഇന്നല്ല. പോസിറ്റിവിസ്റ്റ് സ്കൂൾ ഓഫ് ലോയിൽ പറയുന്ന ലീഗൽ പോസിറ്റിവിസം ഇസ് എ തിയറി wherein written rules, principles and legislation that have expressly recognized, enacted or adopted by an authority like the government are considered to be the only legitimate sources of law. അതാണ് ലീഗൽ പോസിറ്റിവിസം എന്ന് പറയുന്നത്. അതായത് റിട്ടേൺ ആണ്, എല്ലാ റൂൾസും റിട്ടേൺ ആണ്, പ്രിൻസിപ്പിൾ, ലെജിസ്ലേഷൻ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആരാ റെക്കഗ്നൈസ് ചെയ്ത്? ബൈ കമാൻഡ് ബൈ എ സോവറീൻ. ഇവിടുത്തെ സോവറീൻ ആരാ? ഗവൺമെന്റ് ആവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആവാം. അങ്ങനെയുള്ള ആൾക്കാര് അഡോപ്റ്റ് ചെയ്തതോ ഇനാക്ട് ചെയ്തതോ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളതായിട്ട് റൂൾസ്, പ്രിൻസിപ്പിൾസ്, ലെജിസ്ലേഷൻ ഇതെല്ലാം ബാക്കിയുള്ളവർ ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ദീസ് ആർ ലെജിറ്റിമേറ്റ് സോഴ്സസ് ഓഫ് ലോ. അത് ഫോളോ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ഓക്കെ, ഇതാണ് ലീഗൽ പോസിറ്റിവിസം. ചീഫ് ജസ്റ്റിസ് ട്രെപ്പനി റിലൈഡ് ഓൺ ദിസ് അപ്രോച്ച് വൈൽ ഡിസൈഡിങ് ദിസ് കേസ്. കീനും അയാളെ സപ്പോർട്ട് ചെയ്തു. ഓക്കെ, അത് നമ്മൾ കീനിൽ അവിടെ എത്തിയിട്ടില്ല. Following this approach, they keep morality and personal feelings out of the decision making process. ഇതാണ് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, മൊറാലിറ്റി ആൻഡ് പേഴ്സണൽ ഫീലിംഗ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇത് ഞാൻ ആ ഗാന്ധിയുടെ അതിന്റെ കേസിൽ അയാൾ പറഞ്ഞ കാര്യം. അയാളുടെ പേഴ്സണൽ, അയാൾക്ക് ആക്ച്വലി അയാളോട് സിമ്പതി ഉണ്ടായിരുന്നു ഗാന്ധിനോട്. ഇവിടെ ചീഫ് ജസ്റ്റിസ് ട്രെപ്പനിക്കും അയാളോട്, ഈ 4 പേരോട് ഒരു സിമ്പതി ഉണ്ട്. അവർക്ക് തന്നെ തോന്നുകയാണ് ഇത് മോറലി ഇത് കറക്റ്റ് അല്ലല്ലോ എന്നുള്ളത്. അതാണ് ഈ നാച്ചുറൽ ലോ സ്കൂളിന്റെ ഇമ്പോർട്ടന്റ്. വൃത്തികേട് കാണിക്കുന്നവൻ അറിയാം അവൻ കാണിക്കുന്ന വൃത്തികേടാന്നുള്ളത്. അതുകൊണ്ടാണ് പറയുന്നത് വൺ ഡേ ദേ വിൽ റിപ്പന്റ് എന്ന്. അതാണ് നമ്മളൊരു വൃത്തികേട് കാണിക്കുമ്പോണ്ടല്ലോ, ഒരു ദിവസം നമുക്കറിയാം നമ്മൾ അന്ന് കാണിച്ച വൃത്തികേടാന്നുള്ളത്. ഒരു ദിവസത്തെങ്കിലും ഒരു രാത്രിത്തെങ്കിലും ഉറക്കം നമുക്ക് നഷ്ടപ്പെടും. കാരണം ഇത് ചെയ്യുന്നവന് ഇത് അറിയാം അവൻ കാണിക്കുന്ന വൃത്തികേടാന്നുള്ളത്. അതാണ് അതിന്റെ ഒരു കാര്യം. പണ്ടൊക്കെ മരിച്ചതിന്റെ ശേഷമായിരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ അടുത്തും കമ്പ്യൂട്ടറൈസ്ഡ് ഒക്കെ മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ കിട്ടുന്നുണ്ട്. അതാണ് ഈ മൊറാലിറ്റി എന്ന് പറയുന്ന സംഭവം. ഈ പേഴ്സണൽ ഫീലിങ്സ് മാറ്റി അവർക്ക് ആക്ച്വലി ദേ നോ. അതാണ് ഈ നാച്ചുറൽ ലോ സ്കൂളുകാർ പറയുന്നത്. എവ്രിബഡി നോസ് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അവരുടെ ഉള്ളിൽ തന്നെ അതിനുള്ള ആൻസർ ഉണ്ട്. യു ലുക്ക് ഇൻസൈഡ് യു വിൽ ഫൈൻഡ് ദി ആൻസർ. അവിടെ നിന്നാണ് ഈ നാച്ചുറൽ ലോ സ്കൂൾ ഡിവൈൻ തിയറി വരുന്നത്. അപ്പം പോസിറ്റിവിസ്റ്റ് സ്കൂളുകാർ മൊറാലിറ്റിയും പേഴ്സണൽ ഫീലിങ്സും അവരുടെ ആ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന് അവർ മാറ്റി നിർത്തും. ആൻഡ് ദേ വിൽ സിംപ്ലി apply the words enacted by the legislature in the form of statute. Okay, അപ്പം എന്താണ് ലോ പറഞ്ഞിരിക്കുന്നത്? ലോ ആസ് ഇറ്റ് ഈസ് അനുസരിക്കുക. അതാണ് പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. ഇനി ജസ്റ്റിസ് കീനിന്റെ ഞാൻ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് അത് അവിടെ നിൽക്കട്ടെ. He has to apply the statute and hold them guilty. Natural law school of the natural school of law, simply put, is the law of nature. Okay, it is the law of nature, also referred to as divine law. This approach is based on the idea that a higher law based on morality exists. അതായത് all laws are not laws. ഇതാണ് നാച്ചുറൽ സ്കൂൾ പറയുന്നത്. It should be good laws. Good laws എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹയർ ലോ, ആ മൊറാലിറ്റിക്ക് എതിരായിട്ടുള്ള ലോസ് ഒന്നും ഗുഡ് ലോസ് അല്ല. അതുകൊണ്ടാണ് മേനകാ ഗാന്ധിയുടെ പാസ്പോർട്ട് എന്തിനാണ് പിടിച്ചു വെച്ചതെന്ന് ചോദിച്ചപ്പോൾ അവർക്കത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അത് നാഷണൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞപ്പോൾ അത് പറഞ്ഞു, അത് മേനകാ ഗാന്ധി പറഞ്ഞു അതൊന്നും ശരിയല്ല. അവരുടെ പാസ്പോർട്ട് എന്തിനാ പിടിച്ചു വെച്ചതെന്ന് അവരുടെ ഓഡി ഓൾട്ടറും പാർട്ടണം. അവർക്ക് പറയാനുള്ളത് നിങ്ങൾ കേൾക്കണം. അല്ലാതെ ഒരു പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, ഒരു പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട് അത് പ്രകാരമാണ് ഞാൻ പിടിച്ചു വെച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ചാണ്. മറ്റേത് അങ്ങനെയല്ല. നിങ്ങളത് ചോദിക്കുന്നത് അവർക്ക് അത് അറിയാനുള്ള അവകാശമുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഫെയർ, ഇറ്റ് ഈസ് നോട്ട് റീസണബിൾ, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് to see somebody's passport and not even giving a reply. അവരുടെ ക്വസ്റ്റ്യൻ ആൻസർ പോലും ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. Because if such a law is there, if such a procedure is there, that procedure should be good. Good എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊറാലിറ്റിക്ക് നിരക്കാത്ത ഒരു പ്രൊസീജിയർ ആയിരിക്കരുത്. ഒരാളുടെ സാധനം പിടിച്ചു വെക്കുമ്പോൾ അത് എന്തിനാണെന്ന് അവർക്ക് അറിയാനുള്ള അവകാശമുണ്ട്. ചോദിച്ചാൽ അതിന് മറുപടി പറയാം.
അവിടെ നിന്നാണ് നമ്മൾ ഡ്യൂ പ്രോസസ് ഓഫ് ലോയിലേക്ക് സ്വിച്ച് ചെയ്തിട്ട്, അതാണ് ആ മെയിൻ ഷിഫ്റ്റ് അവിടെയാണ് വന്നത്. സോ higher law based on morality, higher exists which measures the validity of the human law. നിങ്ങളൊരു മനുഷ്യനൊരു പ്രൊസീജിയർ കൊണ്ടുവരുമ്പോൾ ആ പ്രൊസീജിയർ മൊറാലിറ്റിക്ക് നിരക്കാത്തതാണ്. മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവിനിറ്റിക്ക് നിരക്കാത്ത. ഡിവിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് എഴുതി കൊണ്ടുവരുന്നൊന്നുമല്ല. നമുക്ക് തന്നെ അറിയാം വാട്ട് ഈസ് മെന്റ് ബൈ ഗുഡ് ആൻഡ് എല്ലാവർക്കും അറിയാം. തെണ്ടിത്തരം കാണിക്കുന്നവനും അറിയാം അവൻ കാണിക്കുന്ന തെണ്ടിത്തരം എന്നുള്ളത്. അപ്പൊ ആ ഒരു ഹയർ മൊറാലിറ്റിക്ക് നിരക്കാത്ത ഒരു കാര്യം ചെയ്യരുത്. ആ ഹയർ മൊറാലിറ്റി വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്യുമ്പോഴേ ഹ്യൂമൻ ലോ ഗുഡ് ലോ ആവുള്ളൂ. അങ്ങനത്തെ ഗുഡ് ലോസ് മാത്രമാണ് ലോസ്, മറ്റേതൊന്നും ലോയേ അല്ല എന്നുള്ളതാണ് നാച്ചുറൽ ലോ സ്കൂളിലുള്ളവർ വിശ്വസിക്കുന്നത്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ലോ കംപ്രൈസസ് എ സെറ്റ് ഓഫ് യൂണിവേഴ്സൽ ആൻഡ് ഇറ്റേണൽ. ഇതാണ് അടുത്ത കീവേഡ്. ഇത് യൂണിവേഴ്സൽ ആണ്. ഇതാണ് ഇതിന്റെ വേറൊരു കാര്യം. അതായത് ചൈനയിലുള്ള ഒരു കുട്ടിയും അമേരിക്കയിലുള്ള ഒരു കുട്ടിയും ഇത് യൂണിവേഴ്സൽ ആണ്. അവർക്ക് രണ്ടുപേർക്കും ഈ മൊറാലിറ്റി ഉണ്ട്. വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ് ഈ രണ്ട് കുട്ടികൾക്ക് അറിയാം. രണ്ട് കമ്മ്യൂണിറ്റിയിൽ ജനിച്ചു വളർന്നവരായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇറ്റേണൽ, എല്ലാവർക്കും അപ്ലിക്കബിൾ ആണ്. പ്രിസ്ക്രൈബ്ഡ് ബൈ ആൻ അതോറിറ്റി സുപ്പീരിയർ ടു ദ സ്റ്റേറ്റ്. അവിടെയാണ് ആ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് പറഞ്ഞത്. പ്രിസ്ക്രൈബ്ഡ് ബൈ ആൻ അതോറിറ്റി സുപ്രീം. ഈ പോസിറ്റിവിസ്റ്റുകാർ പറയുന്നത് സ്റ്റേറ്റ് ആണ് സുപ്രീം എന്നാ പറയുന്നത്. ഇതിൽ ഓരോ വേർഡ്സും ഇമ്പോർട്ടന്റ് ആട്ടോ. അതോറിറ്റി സുപ്പീരിയർ ടു ദ സ്റ്റേറ്റ്. പോസിറ്റിവിസ്റ്റുകാർ പറയുന്ന ആരാ സുപ്രീം? സ്റ്റേറ്റ് ആണ് സുപ്രീം. ലോ ഈസ് എ കമാൻഡ് ഓഫ് ദ സോവറിൻ. സോവറിൻ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ആണ്. സോവറിൻ എന്ത് പറഞ്ഞോ അതനുസരിക്കുക. നേരെ വെച്ച് നാച്ചുറൽ സ്കൂളുകാർ പറയുന്നത് there is an authority superior to the state. അതാരാണ്? ദാറ്റ് ഈസ് മൊറാലിറ്റി, ദാറ്റ് ഈസ് ഡിവിനിറ്റി. അതിനും കൂടെ നിരക്കാത്ത കാര്യങ്ങൾ സ്റ്റേറ്റ് കൊണ്ടുവന്നാലും അത് ലോ അല്ല. Okay, so according to this theory, law comprises a set of universal and eternal rules. Universal ആണ്, eternal ആണ്, prescribed by an authority superior to the state. ഇനി ജസ്റ്റിസ് ഫോസ്റ്റർ constructed his arguments on this basis. അപ്പൊ ജസ്റ്റിസ് ഫോസ്റ്ററിന്റെ പ്രവിധ പറഞ്ഞ ആ സെൽഫ് പ്രിസർവേഷൻ സെൽഫ് ഡിഫൻസ് ഒഴിച്ച് ബാക്കി രണ്ടും ഇതിന്റെ അകത്ത് ത്രൂ ആയി പോയി. അതിനെ മാത്രമേ അടുത്ത ജഡ്ജസ് അറ്റാക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പോസിറ്റിവിസ്റ്റ് തിയറിയും നാച്ചുറൽ ലോ തിയറിയും മനസ്സിലായല്ലോ. ഇതാണ് സംഭവം. ഇത് എഴുതി വെക്കുക, ഈ ഫാക്ട്സ് ഓഫ് ദ കേസ് എഴുതി വെക്കുക, ഈ അതിന്റെ റീസണിങ് പറയുക, അവരുടെ ജഡ്ജ്മെന്റ്സ് എഴുതുക. പിന്നെ മറ്റേ ജസ്റ്റിസ് ട്രിപ്പിനിയുടെ കേസിൽ അയാൾ ആ ക്ലമൻസിയുടെ കാര്യം പറയുക. പിന്നെ നമ്മളുടെ ആ സിവിൽ സൂട്ടിൽ പഠിച്ച 2 കേസസ് എഴുതുക. അതൊന്ന് പോസിറ്റിവിസ്റ്റ് ആണ്, മറ്റേ നാച്ചുറൽ ആണ്. പിന്നെ നിങ്ങൾ ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസിലെ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അത് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ആയിരുന്നു. മേനകാ ഗാന്ധിയിൽ വന്നപ്പം വെദർ ദാറ്റ് പ്രൊസീജിയർ ഇസ് ജസ്റ്റ് ഫെയർ ഓർ റീസണബിൾ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അവിടെ നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറി പോസിറ്റിവിസ്റ്റിക് ജൂറിസ്പ്രുഡൻസ് ഓഫ് സ്കൂളിൽ നിന്ന് നാച്ചുറൽ ലോ സ്കൂളിലേക്ക് നമ്മൾ മാറി. ഇപ്പൊ എല്ലാം അങ്ങനെയാണല്ലോ. ഇപ്പം എന്താ പറയാ, നിങ്ങൾക്കറിയോ അന്നത്തെ കാലത്ത് 1700 ഗേസിനെ പനിഷ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് ജെറമി ബെന്തം പറഞ്ഞിട്ടുണ്ട്. അയാൾ വളരെ വല്ലാത്തൊരു മനുഷ്യനായിരുന്നു. അയാൾ 1700 അയാൾ ഇതിനെ മുഴുവൻ ഒപ്പോസ് ചെയ്തിരിക്കുന്നത്. 1700 ആ ഗേസിനെ പനിഷ് ചെയ്യുന്നതിന് എഗെയിൻസ്റ്റ് അയാൾ ഒപ്പോസ് ചെയ്തു. അപ്പൊ ഇതൊക്കെ ഒരു സ്കൂൾ. അയാൾ ടു സം എക്സ്റ്റെന്റ് മൊറാലിറ്റീനെ അയാൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് യൂട്ടിലിറ്റേറിയനിസം പഠിക്കുമ്പോൾ അത് നോക്കും. അപ്പൊ ഈ സംഭവങ്ങളെല്ലാം നിങ്ങൾക്ക് എഴുതാം. അപ്പൊ നാളെ ജൂറിസ്പ്രുഡൻസ് എക്സാം വന്നാലും എന്തെങ്കിലുമൊക്കെ നമ്മൾ എഴുതി വെക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ ഇത് കണ്ടിന്യൂ ചെയ്യാം. എന്നിട്ട് പതുക്കെ പറ്റാവുന്നത്ര നമുക്ക് ജോൺ ഓസ്റ്റിന്റെയും ബന്ധത്തിന്റെയും ഒക്കെ തിയറീസിലേക്കൊക്കെ പോവാം. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ നാളെ കുറച്ച് നേരം വേണമെന്നുണ്ടെങ്കിൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റും കൂടെ ഒന്ന് പെട്ടെന്ന് ഓടിച്ച് വേണമെങ്കിൽ നോക്കാം. കാരണം അതും നമുക്ക് നെക്സ്റ്റ് ഡേ എക്സാം ഉണ്ടല്ലോ. കാരണം ഇതിന് അന്തമൊന്നുമില്ല ഈ ജൂറിസ്പ്രുഡൻസിന്. ഇതിങ്ങനെ പിന്നെ വെറുതെ എന്തെങ്കിലുമൊക്കെ എടുത്തു വെച്ചിട്ട് നമ്മൾ ഒരു ഡെഫിനിഷൻ കാണാൻ പടം പഠിക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പൊതുവെ എല്ലാവരും അതാണ് ചെയ്യുക, എല്ലാവരും അതാണ് ചെയ്യാൻ പോകുന്നത്, അതും എനിക്കറിയാം. പക്ഷെ നമ്മളിത് എന്താണെന്ന് മനസ്സിലാക്കി കുറച്ചും കൂടെ പഠിക്കുമ്പോൾ അത് എന്താണെന്നുള്ളൊരു ഐഡിയ കിട്ടും. അല്ലാതെ കെൽസൺ അത് പറഞ്ഞു, ഹോളണ്ട് അത് പറഞ്ഞു, എന്നിട്ട് കുറെ കാണാൻ പടം പഠിച്ചു വെച്ചിട്ട് ഇങ്ങനെ എഴുതി വെക്കുന്നേക്കാൾ നല്ലത് ഇങ്ങനെയൊക്കെ എഴുതി കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം ഉണ്ടാവും. പിന്നെ അവരെന്താണെങ്കിലും അത് നോക്കി കേസ് ലോസ് വെച്ച് എഴുതാനല്ലേ പറഞ്ഞേ. 3 കേസ് ലോസ് ആയില്ലേ. ഈ കേസ് ഓഫ് സ്പെലൻഷ്യൻ എക്സ്പ്ലോറേഴ്സ് എഴുതിക്കൂടും, മേനകാ ഗാന്ധി, AK ഗോപാലൻ, മറ്റേ ആ സിവിൽ കേസിലെ ആ പ്രിവി കൗൺസിലിന്റെ കേസ്, മറ്റേത് എഴുതി കഴിഞ്ഞാൽ അത്യാവശ്യം കേസ് ലോസ് ആയില്ലേ. പിന്നെ നാച്ചുറൽ ലോ സ്കൂളും പോസിറ്റീവ് സ്കൂളും ഇല്ലാതെ ക്വസ്റ്റ്യൻ വരില്ല. അത് ഉറപ്പ്, അത് ഇട്ടേ മതിയാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം, ഇതേ സമയത്ത് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് IPC കുറച്ച് നോക്കാം. എന്താ വേണോ? രാവിലെ അല്ല, ഈ സമയത്ത് തന്നെ നോക്കിയാൽ മതി. നിങ്ങൾ വായിച്ചു നോക്കൂ.
അതെ അതെ ഓക്കെ, എന്നാൽ നമുക്ക് ഇതാദ്യം കംപ്ലീറ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും നാളെ ഇത് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് അത് അധികം ഒന്നും നോക്കാനില്ല. ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷനും ബ്രീച്ച് ഓഫ് ട്രസ്റ്റും ഒക്കെ അതിൻ്റെ അകത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ കേസ് ലോസ് നോക്കിയിട്ടില്ല. കാരണം ഈ ജൂറിസ്പ്രുഡൻസ് വായിക്കാൻ ഒരുപാട് ടൈം എടുക്കും. മനസ്സിലായില്ലേ? ഇത് വായിച്ച് മനസ്സിലാക്കി എടുക്കാനേ ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഒരുപാട് എക്സ്ട്രാ മെറ്റീരിയൽ നോക്കണം. എന്താ വേണ്ടത്? നമുക്ക് നാളെ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാം. ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് ഇത് ഫിനിഷ് ചെയ്യാം. നാളെ ഇത് തീർക്കാം. നാളെ കുറച്ച് യൂട്ടിലിറ്റേറിയനിസം അത് നോക്കാം. പിന്നെ നമുക്ക് ബന്ധത്തിൽ മറ്റേ ഓസ്റ്റിന്റെയും HLA ഹാർട്ടിന്റെയും കൂടെ കുറച്ച് തിയറീസ് നോക്കണം. ആ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രൈമറി റൂൾസ് സെക്കൻഡറി റൂൾസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതും വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. അതായത് നാളെ ഡേ ടൈമിൽ ഇതുപോലെ നോക്കണം. നോക്കണം, അത് നിങ്ങൾ വായിക്കുന്നതല്ലേ നല്ലത്. വായിച്ചിട്ട് നമുക്ക് രാത്രി നോക്കാം. എന്ത് പറയുന്നത്? ബാക്കിയുള്ളവർ എന്താ പറയുന്നത്? അല്ലാതെ തീരില്ല അത്. എന്തായാലും നിങ്ങൾ നോക്കൂ, നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നാളെ നോക്കൂ. എന്നിട്ട് നമുക്ക് നാളെ 7:45 ഇത് കംപ്ലീറ്റ് ചെയ്യാം. ക്രൈമൊക്കെ നിങ്ങൾ എന്ത് എഴുതി വെച്ചാലും മാർക്ക് കിട്ടും കേട്ടോ. വെറുതെ വേറാക്കിലുള്ള എന്താണ് ക്രിമിനൽ ഇൻട്രസ്റ്റഡ് വിത്ത് പ്രോപ്പർട്ടി എന്ന് എന്തെങ്കിലുമൊക്കെ എഴുതി കേസ് ലോസ് ഒരു പഠിപ്പിച്ചിട്ടില്ല. തെഫ്റ്റ് എക്സ്റ്റോർഷൻ നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ഇനി റോബറി ഡെക്കോയിറ്റി നോക്കാനുള്ളൂ. ഒരു ദിവസം നമുക്ക് ബ്രീച്ച് ഓഫ് ട്രസ്റ്റും എൻട്രസ്റ്റ്മെന്റും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം. നിങ്ങൾ നോക്കി കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ക്വിക്കായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. 2-3 കേസ് ലോസും കൂടെ നോക്കാം. ഓക്കെ ഓക്കെ, നിങ്ങൾ വായിച്ചോളൂ. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, ബന്ധത്തിന്റെ ഓസ്റ്റിന്റെയും ഒക്കെ കാര്യങ്ങൾ. ഓക്കെ, നാളെ ഞാനത് ഡിസ്കസ് ചെയ്യാം. എന്താണ് പോസിറ്റീവ്സ് എന്ന് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. കാരണം ഇത് നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ ഇത് പറഞ്ഞു കഴിഞ്ഞാലല്ലോ അത് മനസ്സിലാവില്ല. അത് പോസിറ്റിവിസം എന്താന്നുള്ളത് അത്യാവശ്യമൊക്കെ ഇപ്പൊ എഴുതാനുള്ള ഒരു സ്റ്റഫൊക്കെ ആയി. എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാലോ ഇനി. അപ്പൊ നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.